بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറാ فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. 22 ആയത്തുകൾ നിങ്ങളെ കേൾപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ ഇന്ന് തീർക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിൻ്റെ മുന്നിലൊക്കെ മുനാഫിക്കീങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിശേഷണങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായിരുന്നു നിങ്ങളെ ഇതുവരെ കേൾപ്പിച്ചത്. ഇന്ന് ഓതിക്കേൾപ്പിച്ച ആയത്തുകളിലും അത് തന്നെയാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇവർ വിശ്വാസികളുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, പിന്നെ ഞങ്ങളൊക്കെ നിങ്ങളെ അത്ര ആക്റ്റീവായിട്ട് ഇതിൽ നിൽക്കാത്തത് ഞങ്ങൾ ഈ മിഡിൽ സ്റ്റാൻഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് മുശ്രിക്കീങ്ങളുടെ ഉപദ്രവം മുസ്ലിങ്ങളായ നിങ്ങൾക്ക് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ സുഖിപ്പിക്കും. ശത്രുവിൻ്റെ ഭാഗത്ത് പോയിട്ട് ഞങ്ങൾ അവരെ പൊട്ടന്മാരാക്കുക, ഞങ്ങൾ ശരിക്കും നിങ്ങളെ ഭാഗത്ത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് നിൽക്കും. ഇതാണ് 2 മുഖങ്ങൾ കാണിക്കുന്ന സ്വഭാവമാണ് ആർക്കുണ്ടാകുന്നത്? മുനാഫിക്കീങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇനി അല്ലാഹു തആല ഇവരുടെ ഈ സ്വഭാവത്തിൻ്റെ ഉദാഹരണം പറയാണ്. ഇങ്ങനെ കാണിക്കുന്നവർ ആരെപ്പോലെയാണ്? ഈ മുനാഫിക്കീങ്ങളാകട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞു, അവർ കയ്യിലുണ്ടാകുന്ന സത്യത്തെ പുറത്തേക്ക് വിറ്റിട്ട് ആരാൻ്റെ ലുൽമ് അഥവാ അന്ധകാരങ്ങൾ ഇങ്ങോട്ടേക്ക് വാങ്ങിയ ആളുകളാണിവർ, അല്ലേ? ഇതാണ് അവർ ചെയ്ത പണി ശരിക്കും. അതുകൊണ്ട് ഇവരുടെ ഉദാഹരണം മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറ. അവിടെ ഓതുമ്പോൾ മസലുഹും എന്ന് നോതരുത്.
ഒരു 3 നിയമം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, നമുക്ക് ഓർമ്മ ഉണ്ടാകണം. ഖുർആനിൽ ഒരു മീമിന് നിങ്ങൾ സുക്കൂന് കണ്ടു. എന്തിനാ സുക്കൂന് കാണുന്നത്? അവിടെ മസലുഹും എന്ന് കണ്ടില്ലേ? മീമിന് സുക്കൂനാണ് അല്ലേ? പിന്നെ വന്ന അക്ഷരം ഏതാണ്? ക. 3 രീതിയിലാണ് നിയമങ്ങൾ സാധാരണ വരിക. സുക്കൂനുള്ള മീമിന് ശേഷം ബ വരും. ഒറ്റക്ഷരെ പഠിക്കണ്ടു. എന്താ പഠിക്കേണ്ടത്? ബ. സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നു കഴിഞ്ഞാൽ ബ. ഉച്ചാരണം മനസ്സിലായോ? ഒരു 3 അക്ഷരത്തിന് എടുക്കുന്ന ടൈം വെച്ചിട്ട് നമ്മൾ മണിച്ച് ചേർത്ത് ഓതണം. ഏതാണ് അക്ഷരം? സുക്കൂനുള്ള മീമിന് ശേഷം ഏത് വരിക? ബ വരിക. പിന്നൊരു മീമിൻ്റെ നിയമമാണ്. ഇതെല്ലാം സാധാരണക്കാർക്കും പഠിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് എഴുതാതെ, നോട്ടൊന്നും വേണ്ട, നിങ്ങൾക്ക് പഠിക്കാം. സുക്കൂനുള്ള മീമിന് ശേഷം മീമ് തന്നെ വരിക. നമ്മളിപ്പോൾ ഓതുമ്പോൾ കാണുന്നുണ്ടാവും നിങ്ങൾ. ഏത് പിന്നെ ചില ആയത്തിൻ്റെ മുകളിലൊക്കെ ഒരു എക്സ്ട്രാ മീം ഇട്ട് വെച്ചാൽ കാണാം. ഒന്ന് സുക്കൂനുള്ള മീമിന് ശേഷം ബ എന്ന അക്ഷരം വന്നു കഴിഞ്ഞാൽ മീമിനെ ബയിലേക്ക് ചേർക്കുക. ഒരു 3 അക്ഷരത്തെ മണിക്കുന്ന രീതിയിൽ മണിക്കണം. പിന്നെ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് തന്നെ വരും. മീമിന് സുക്കൂന് പിന്നെ വരുന്ന അക്ഷരം ഏതായിരിക്കും? മീമ് തന്നെ. അപ്പോൾ ഇവിടെ ഷദ് കാണാം. നിങ്ങൾക്ക് നന്നായി മണിക്കണം. ഇത് രണ്ടുമാണ് ഒരു നിയമമുള്ളത്. ഈ ബ ഓ മീമോ അഥവാ സുക്കൂനുള്ള മീമിന് ശേഷം ബ എന്ന അക്ഷരമോ മീം എന്ന അക്ഷരം തന്നെയോ വരാതെ വേറെ ഏതക്ഷരം വന്നു കഴിഞ്ഞാലും മണിക്കലോ ഒന്നും വേണ്ട. സാധാരണ രീതിയിൽ സാധാരണ ഓതുന്നത് പോലെ ഓതിയാൽ മതി. ഇത് 3ഉം ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതിയ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അത് കാണിച്ചു തരും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുക മസലുഹും കമസൽ. കണ്ടില്ലേ? ബ അല്ല വന്നു. സുക്കൂനുള്ള മീമിന് ശേഷം വന്ന അക്ഷരം ബ അല്ല, മീമും അല്ല. ഏതാ വന്നത്? ക. അതുകൊണ്ട് കൂളായിട്ട് മസലുഹും കമസൽ. അവിടെ മണിക്കാനോ ചേർക്കാനോ ഒന്നുമില്ല. മസലുഹും എന്നൊന്നും പറയണ്ട, കട്ടി കൂട്ടുകയും വേണ്ട. സാധാരണ രീതിയിൽ മസലുഹും കമസലി ഓതുമ്പോൾ മസലുഹും കമസലി എന്ന് ഓതരുത്. സാധാരണക്കാരങ്ങനെ ഓതും. അത് ഓതിപ്പോകുന്ന പേടിയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ശനിയാഴ്ച ക്ലാസ് വെച്ചത്. ശനിയാഴ്ച നിങ്ങൾക്ക് പഠിക്കാം. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറ ഫലമ്മ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും. ഇവിടെ കണ്ടില്ലേ? സുക്കൂനുള്ള മീമിന് ശേഷം വ. ബിനൂരിഹിം വ വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ. അല്ലാഹു തആല ഉദാഹരണം പറയുക. മസലുഹും അവരുടെ ഉപമ അഥവാ മുനാഫിക്കിൻ്റെ ഉപമ. ഇപ്പുറത്തുനിന്നൊരു കാര്യം പറയുക, അപ്പുറത്ത് പോയിട്ട് വേറെ ഓപ്പോസിറ്റ് പറയുക. അഥവാ ആകെ കൂടി കളിക്കുന്ന ഈ മുനാഫിക്കീങ്ങൾ ഇവിടെയാണോ നിൽക്കേണ്ടതെന്ന് അറിയുന്നില്ല, അപ്പുറത്താണോ നിൽക്കേണ്ടതെന്ന് അറിയുന്നില്ല. മുസ്ലിങ്ങൾക്ക് യുദ്ധം ജയിച്ച ഗനീമത്ത് സ്വത്തൊക്കെ കിട്ടും, അതൊക്കെ ഞങ്ങൾക്കും കിട്ടണം. എന്നാലോ മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതൊന്നും അനുഭവിക്കാണ്ട് കഴിയേയില്ല. അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ആളുകളുടെ ഉപമ മസലുഹും അവരുടെ ഉദാഹരണം കമസലിൻ ഒരു ഉദാഹരണം പോലെയാണ്. അല്ലദീ ഏതുപോലത്തെ ഇസ്തൗഖദ ഒരാൾ എന്ത് ചെയ്തു? കത്തിച്ചു. നാറൻ എന്തിനെ? ഒരാൾ തീ കത്തിച്ചു. ഇരുട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? തീ കത്തിക്കും. ഒരാൾ ചൂട്ട് കത്തിച്ചു എന്ന് സങ്കല്പിച്ചോ. ഫലമ്മ അളാഅത് അത് പ്രകാശം നൽകിയപ്പോൾ മാ ഹൗലഹു അതിന് ചുറ്റുമുള്ളത്. ഒരാൾക്ക് ഇരുട്ട് വന്നപ്പോൾ അയാൾ ഒരു ചൂട്ട് കത്തിച്ചു അല്ലെങ്കിൽ ഒരു തീ കത്തിച്ചു. ആ തീയാകട്ടെ ചുറ്റുമുള്ളതിൽ നന്നായിട്ട് എന്ത് ചെയ്തു? പ്രകാശമുണ്ടാക്കി. ഫലമ്മ അളാഅത് മാ ഹൗലഹു അതിൻ്റെ ചുറ്റുമുള്ളതിന് അത് വെളിച്ചം നൽകി, പ്രകാശം നൽകി. റഹബല്ലാഹു അള്ളാഹു കൊണ്ടുപോയി, അള്ളാഹു പോയി. ബി നൂരിഹിം ആ പ്രകാശവും കൊണ്ട്. റഹബ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി എന്ന. ജാ ബി എന്നൊരു പ്രയോഗമുണ്ട് അറബിയിൽ. എന്ന് വെച്ചാൽ എന്തായിരിക്കും അർത്ഥം? കൊണ്ടുവന്നു അല്ലേ? റഹബ പോയി, ബി കൊണ്ട് എന്നുള്ള അർത്ഥം. ആ പ്രയോഗം ഒന്നിച്ചാൽ വ്യത്യാസം. റഹബല്ലാഹു ബിനൂരിഹിം അല്ലേ? അള്ളാഹു അവരുടെ പ്രകാശം കൊണ്ടുപോയി. വതറകഹും അവരെ ഒഴിവാക്കുകയും അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഫീ ളുലുമാത്തിൻ ആ ഇരുട്ടിൽ തന്നെ. ലാ യുബ്സിറൂൻ അവർ കണ്ണ് കാണാത്ത നിലയിൽ. എന്താണെന്ന് മനസ്സിലായോ? അള്ളാഹു പറയാണ് ഈ മുനാഫിക്കിൻ്റെ ഉദാഹരണം ഒരു തീ കത്തിച്ച ഒരാളെപ്പോലെയാണ്. അയാൾ തീ കത്തിച്ചപ്പോൾ
അതിന് ചുറ്റുമുള്ളതിനൊക്കെ അത് പ്രകാശം നൽകി. പക്ഷേ അതിങ്ങനെ കാണുമ്പോഴത്തേക്ക് അള്ളാഹു തആല പ്രകാശത്തെ എന്ത് ചെയ്തു? കെടുത്തിക്കളഞ്ഞു. ഇപ്പം അവരാകട്ടെ എന്ത് ചെയ്യുന്നില്ല, ഒന്നും കാണുന്നില്ല. അവരെ അന്ധകാരങ്ങളിൽ അള്ളാഹു തആല ഉപേക്ഷിച്ചു, കണ്ണ് കാണാത്തവരായി. ഇതൊരു മുനാഫിക്കിന് എന്തുകൊണ്ട് മുനാഫിക്കിന് ഈ ഉദാഹരണം കൊടുത്തു എന്ന് വെച്ചാൽ, ഇവരൊക്കെ ആദ്യം മുസ്ലിങ്ങളല്ലായിരുന്നു. മുസ്ലിങ്ങളല്ലാത്ത മുനാഫിക്ക് ഈ ആളുകൾക്കൊക്കെ അള്ളാഹു തആല ഇസ്ലാം എന്ന പ്രകാശം കൊടുത്തു. ഇരുട്ടിലായിരുന്നു മുമ്പ്. അപ്പം അള്ളാഹു അവർക്ക് കൊടുത്ത ഈ ചൂട്ടാണ്, ഈ വെളിച്ചാണ് ഏത്? ഇസ്ലാം. ഇത് കയ്യിലുണ്ടായി. അപ്പം ചുറ്റുഭാഗത്തുള്ള കുണ്ടും കുഴിയും അതുപോലെ തന്നെ ഹറാമ് കണ്ടു, ഹലാല് കണ്ടു, ഏതാണെന്ന് മനസ്സിലായി. ഏതാണ് പിന്നെ സ്വർഗം കിട്ടുന്നത്, ഏതാണ് നരകം കിട്ടുന്നത്, കള്ളും പലിശയും അതുപോലെ തന്നെ സ്വർഗം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഈ വെളിച്ചം കണ്ട് അവർക്ക് മനസ്സിലായി. പക്ഷേ അള്ളാഹു തആല ആ ഇസ്ലാം എന്ന വിളിച്ചാണ്ട് കെടുത്തിക്കളഞ്ഞു. അഥവാ ഇവർ മുനാഫിക്കിലേക്ക് അങ്ങോട്ട് പോയി. അത് പോയപ്പോൾ ഇവർക്ക് പിന്നീട് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് മനസ്സിലാകാതെ ആകെ കൺഫ്യൂഷൻ. മുനാഫിക്കിന് അങ്ങനെയല്ലേ, ഇതാണോ ശരി, അല്ല ഇപ്പുറത്താണോ ശരി, അവിടെയാണോ ശരി, അതുകൊണ്ട് ഇവിടെ വരും അവിടെയും വരും. ഇസ്ലാമിൻ്റെ നേട്ടങ്ങളൊക്കെ കിട്ടണം, മുസ്ലിങ്ങളുടെ കൂടെ കൂടിയാൽ ഇന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവർക്കറിയാം. പക്ഷേ മുസ്ലിങ്ങളുടെ കൂടെ കൂടിയാൽ ഭാരിച്ച ഉത്തരവാദിത്തം ഉണ്ടെന്ന് അറിയാം. മുശ്രിക്കിൻ്റെ കൂടെ കൂടിയാൽ സ്വാർത്ഥമായിട്ട് ദുനിയാവിൽ ഒരുപാട് ലാഭങ്ങളുണ്ട് എന്നറിയാം. പക്ഷേ മുശ്രിക്കിൻ്റെ കൂടെ കൂടിയാൽ പരലോകത്ത് കിട്ടുന്ന വലിയ ശിക്ഷ ഉണ്ടെന്നും ഇവർക്കറിയാം. ഇതാണ് ഇവർ ഈ അന്ധകാരത്തിൽ അള്ളാഹ് ഇട്ടേച്ച് ലാ യുബ്സിറൂൻ, ഒന്നും കാണാത്തവരായി. ഇപ്പം മനസ്സിലായില്ലേ ഉദാഹരണം? ഇതാണ് നമ്മൾക്കുള്ള ഉദാഹരണം. നമ്മളും പലപ്പോഴും ഈ ചൂട്ട് കത്തിച്ചിട്ടുണ്ട്. ഈ കത്തിച്ചിട്ട് ഒരാൾക്ക് അല്ലേ, ഒരു ഇരുട്ടിൽ നടന്നു പോകുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് ഒരു മെഴുകുതിരി ചോദിച്ചു. അയാൾ ആ മെഴുകുതിരി കൊടുത്തു. മെഴുകുതിരി കത്തിച്ചപ്പോൾ അയാളോട് പറഞ്ഞു, നീ മെഴുകുതിരി ഇങ്ങനെ ശ്രദ്ധിച്ച് പോകുമ്പോൾ പിന്നെ ഈ പാമ്പും ഇഴജന്തുക്കളൊക്കെ ശ്രദ്ധിക്കണം, അതിന് വേണ്ടിയിട്ടാണ് മെഴുകുതിരി തരുന്നത്. അപ്പോൾ ഇയാൾ പറയുക, ഈ മെഴുകുതിരി കെടാതെ സൂക്ഷിക്കണേ. ഈ മനുഷ്യൻ ഈ മെഴുകുതിരി കൊണ്ട് ഇങ്ങനെ പോയി, ഇവൻ ശ്രദ്ധിച്ചതൊക്കെ മെഴുകുതിരി കെടാതെ സൂക്ഷിച്ചു. പക്ഷേ ഇപ്പുറത്തുനിന്ന് എന്തിനാണ് ഈ മെഴുകുതിരി എന്ന് അവനിക്കും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല. നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ ആളുകളാണ്, മുസ്ലിങ്ങളാണ്, ഇതാണ് സത്യത്തിൻ്റെ മതം നമുക്കറിയാം. പക്ഷെ നമ്മൾ പലപ്പോഴും ഞാൻ എന്തിനാ മുസ്ലിമായതെന്ന് നമുക്കും മനസ്സിലാകുന്നില്ല. വ്യത്യസ്ത ഉദാഹരണങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഓരോന്ന് ഓർമ്മ വരിക അല്ലേ. മുനാഫിക്കാകട്ടെ എപ്പോഴും അവർക്ക് ആകെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല മുനാഫിക്കിന്. നിങ്ങൾ നോക്കിയേ, ഈ മതപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ചോദിക്കും, നിങ്ങൾ പിന്നെ അവർ പറയുമ്പോൾ അവർ ശരി, ഇവർ പറയുമ്പോൾ ഇവർ ശരി, ഇവർ പറയുമ്പോൾ ശരി. എന്താ, നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും പഠിക്കുമ്പോൾ ഒരു വിഷയത്തിൽ നമുക്ക് ഇന്ന കാര്യം ബോധ്യം വരും. ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ തവക്കുൽ ചെയ്യാണ്. പക്ഷേ ഈ മനസ്സില്ലാത്ത ഇങ്ങനെയല്ലാത്ത ഒരാൾക്ക് എപ്പോഴും സംശയത്തിൽ തന്നെ ജീവിക്കുന്ന ആൾക്ക് ഒരു സ്വസ്ഥതയുണ്ടാവില്ല. ഇവിടെ വന്ന് നോക്കും, അപ്പുറത്ത് പോയി നോക്കും, ഇവിടെ വന്നാൽ ഇന്ന നേട്ടം ഉണ്ടാവും, അവിടെ പോയാൽ ഇന്ന നേട്ടം ഉണ്ടാവും, ഇവിടെ വന്നാൽ ഇന്ന കാര്യം പേടിക്കണം, ഇവിടെ പോയാൽ ഇന്ന വിഷയം പേടിക്കണം. ഇങ്ങനെ ഓരോന്നുള്ള രീതിയിൽ. ഇത് ഒരു അറിവ് അന്വേഷിക്കുന്ന വ്യക്തികളല്ല കേട്ടോ. സത്യം അറിഞ്ഞിട്ടും സത്യം ശരിയാണെന്ന് ഇന്നതാണ് സത്യം എന്ന് മനസ്സിലായിട്ടും മുനാഫിക്കിൻ്റെ സ്വഭാവമുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത്. അവർക്ക് ഒരിക്കലും മനസ്സിന് സമാധാനം ഉണ്ടാകില്ല. അതാണ് മദീനത്തെ മുനാഫിക്കീങ്ങൾക്കും സംഭവിച്ചത്. അള്ളാഹ് പറയുക, അവർ തീ കത്തിച്ചു, അഥവാ അള്ളാഹ് ഇസ്ലാം കൊടുത്തു. ആ ഇസ്ലാം കൊടുത്തപ്പോൾ ചുറ്റുമുള്ള ഹലാലും ഹറാമും ഷിർക്കും കുഫറും ഒക്കെ അവർക്ക് മനസ്സിലായി. പക്ഷെ അള്ളാഹ് ആ തീയണ്ട് കെടുത്തിക്കളഞ്ഞു, അല്ലെങ്കിൽ ആ വെളിച്ചം അള്ളാഹ് ഇല്ലാതാക്കി കളഞ്ഞു. അതില്ലാതാക്കിയപ്പോൾ അവർക്ക് ഇതൊന്നും മനസ്സിലാകാതെ പോയി. എന്നിട്ട് എങ്ങനെ അവരെ ഉപേക്ഷിച്ച് അള്ളാഹ് തറക്കും ഫി ളുലുമാത്ത്. ഖുർആൻ എവിടെ പോകുമ്പോഴും ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ എന്താ പറയുക, മീനൽ ളുലുമാത്തി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക്. പ്രകാശങ്ങൾ എന്ന് പറയൂല അള്ളാഹ്, എന്താ പറയൽ, പ്രകാശം. എന്നാൽ ഇരുട്ടുന്ന പ്രകാശത്തിലേക്ക് നയിക്കാനല്ല പ്രവാചകന്മാർ വന്നത്. എന്തിൽ നിന്നാണ് വന്നത്? ഇരുട്ടുകളിൽ നിന്ന് അല്ലേ. ഇരുട്ടുകൾ കുറേ ഉണ്ടാവും, പല നിരക്കുള്ള തോന്നിവാസങ്ങളും ശിർക്കും കുഫറും ഉണ്ടാവും. പക്ഷെ പ്രകാശം എത്ര മാത്രമേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അഥവാ സത്യം ഒന്നേ ഉള്ളൂ, അസത്യം ഒരുപാടുണ്ട്. അതാണ് അള്ളാഹ് പറയുന്നത്, ലാ യുബ്സിറൂൻ, അവർ കാണാത്ത നിലക്ക്. ഇനിയോ സുമ്മുൻ, അവരാകട്ടെ ബധിരന്മാരാണ്, ഒന്നും ഇനി അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല അല്ലേ. ബുക്കുമുൻ, സംസാരിക്കാനും പറ്റൂല. അതുപോലെ തന്നെ ഉമ്യുൻ, അന്ധരുവായിപ്പോയി. ഈ ആളുകൾക്ക് ഇനി മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം
ഇനി ആയത്തും ഹദീസും അവരോട് ഓതിയിട്ട് കാര്യമില്ല. അവർക്ക് കാര്യം അറിയുന്ന ടീമാണ്. അവർക്ക് കേൾക്കാൻ കഴിയൂല, പറയാൻ കഴിയൂല, അതുപോലെ തന്നെ കാണാനും കഴിയൂല. ഫഹും ലാ യർജിഊൻ, അതുകൊണ്ട് റസൂലെ അവരെന്ത് ചെയ്യൂല, മടങ്ങൂല. നബീനോട് സ്വല്ലല്ലാഹു അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറും അല്ലേ, പറഞ്ഞിട്ടും കാര്യമില്ല, പറയാതിരുന്നിട്ടും കാര്യമില്ല, ഒരു നന്നാവൂല. നീ ഉപദേശിച്ചാലും ശരി, ഉപദേശിച്ചില്ലെങ്കിലും ശരി. മുനാഫിക്കിൻ്റെ അവസ്ഥ അത്. നമ്മളെന്നെ സാധാരണ നമ്മളെ ഭാഷയിൽ പറയലുണ്ട്, ഉറങ്ങുന്നവനെടാ എഴുന്നേൽക്കുന്ന പറയാം, പക്ഷെ ഉറക്കം നടിയുന്നവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയൂല അല്ലേ. ഇതാണ് മുനാഫിക്ക്. ഒരു മുശ്രിക്ക് ശരിക്കും ഇസ്ലാമിലേക്ക് വരും. കാരണം അവൻ ആ ഷിർക്കിൽ ആത്മാർത്ഥമായി നിൽക്കുന്നത് അതാണ് സത്യം എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് സത്യം ഇന്നതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ വരും. എന്നാൽ മുനാഫിക്ക് അങ്ങനെയല്ല. അയാൾക്ക് സത്യം അറിയാം, ഇന്നതാണ് തൗഹീദ് എന്നറിയാം, ഇന്നതാണ് ഷിർക്ക് എന്നറിയാം. ഇന്നത്തെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്കിയേ, എത്രയോ ആൾക്കാർക്ക് ഇതൊക്കെ സത്യം എന്നറിയാം, ശരിക്കും സത്യം എന്നറിയാം. പക്ഷേ ഞങ്ങൾ ഈ തൗഹീദിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉപജീവനം മുട്ടിപ്പോകും. ഈ തൗഹീദിലേക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ മഹല്ല് ഞങ്ങളെ ബഹിഷ്കരിക്കും. തൗഹീദ് ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നാട്ടിലത്തെ മഹല്ലിലെ ഖബർസ്ഥാനിൽ ഞങ്ങൾ മറമാടപ്പെടുക പോലും ഇല്ല എന്ന് പൂടിക്കും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മോളെ കല്യാണത്തിന് കിട്ടുന്ന സഹായം നിന്നു പോകും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കിട്ടുന്ന ഒരുപാട് സഹായങ്ങൾ നിന്നു പോകും അല്ലേ. പലരും ഇതാണ്, പല ആളുകൾക്കും ഇങ്ങനത്തെ ദുന്യവിയായ കാരണങ്ങളുണ്ട്. എന്നാലും ഉള്ളുകൊണ്ടറിയാം ഏതാ സത്യം എന്നറിയാം. എന്നിട്ടും ആത്മാർത്ഥത ഇല്ലാതെ തന്നെ ആർക്കൊക്കെയോ വേണ്ടി ദുനിയാവിലെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഷിർക്കിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളുകൾ, ബിദ്അത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളുകൾ, തോന്നിയാസങ്ങളിൽ ഒരുപാട് വൃത്തികെട്ട പരിപാടികളുണ്ടാവും. അതിലൊക്കെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. എന്താ അവർക്കൊക്കെ പറയാനുള്ള കാരണം? തെറ്റാന്നൊക്കെ അറിയാം, പക്ഷേ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. അതാണ് അവർ മടങ്ങൂല. ഒരു കച്ചവട സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അമ്പലത്തിനും ഞാൻ ഇത്ര പൈസ കൊടുക്കേണ്ടി വരും, കൊടുക്കും അവൻ. കച്ചവടം നിലനിൽക്കണമെങ്കിൽ ഗുണ്ടാപ്പിരിവിനും കൊടുക്കേണ്ടി വരും. കച്ചവടം നിലനിൽക്കണമെങ്കിൽ ഇവൻ കുടിക്കൂലെങ്കിലും വേറെ ആകെ കുപ്പി മേടിച്ചു കൊടുക്കേണ്ടി വരും. എന്താ പറയൽ? ഇതിന് വേണ്ടിയിട്ടാണ്. സത്യം അറിയാം. ഇങ്ങനത്തെ ആളുകളെ മാറ്റാൻ പറ്റില്ല. അവർ നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം അവരുടെ മുമ്പിൽ ദുനിയാവ് മാത്രമേ ഉള്ളൂ. അതാണ് കപടൻ, അതാണ് ഒറിജിനൽ കപടൻ. സഹോദരങ്ങളെ, നമ്മൾ ഈ ആയത്തും ഹദീസും കേൾക്കുമ്പോൾ നമ്മളിതാകരുത്. ഈ പറഞ്ഞ ചിലപ്പോൾ നമ്മൾ നേരിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. ഈ കച്ചവടം ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുക്കലും കള്ളു മേടിച്ചെടുക്കലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളിലുണ്ടാകും. നമ്മളെ വീട്ടിൽ നിങ്ങളൊക്കെ ഇസ്ലാഹി സെൻറ്ററിൽ വന്ന് ഖുർആൻ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ട്, ഇവിടുന്ന് കുറേ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലത്തെ ഒരു കല്യാണം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടതും ഇവിടെ വന്നൊരാളെന്നല്ല ചിലപ്പോൾ നാട്ടിലുണ്ടാകുക. വീട്ടിലത്തെ ഒരു കല്യാണം വരുമ്പോഴത്തേക്ക് ആകെ നമ്മൾ അള്ളാഹിനോട് മാറിക്കഴിഞ്ഞു, വേറൊരു മുഖമായി മാറി. വേറെ ഏതെങ്കിലും ചടങ്ങ് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ടീമായി മാറി. വീട്ടിലൊരു സൽക്കാര പാർട്ടി നടക്കുമ്പോൾ നമ്മൾ വേറൊരു ടീമായി മാറി. എന്തേ? ഇവിടെ കാണുന്ന അള്ളയല്ല നമ്മളെ നാട്ടിൽ കാണുന്നത് എന്നത് പലപ്പോഴും നമ്മൾ മറന്നു പോകുകയാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഈ സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകരുത്. രണ്ട് മുഖങ്ങൾ, അത് മുനാഫിക്കിനാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു മുഖം, നാട്ടിൽ പോയാൽ വേറൊരു മുഖം. അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും അള്ളാഹിനെ ഒരുപോലെ പേടിക്കാൻ നമ്മൾക്ക് സാധിക്കണം. എന്താ അള്ളാഹ് പറയുക? ഔ അല്ലെങ്കിൽ, ഔ കസ്വയ്യിബിൻ. സ്വയ്ബ് എന്ന് വെച്ചാൽ കുത്തിച്ചൊരിയുന്ന മഴ അല്ലേ. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. പഠിച്ചോനെ പെരുമഴ താ, നല്ല മഴ താ. പക്ഷെ എങ്ങനത്തെ മഴയായിരിക്കണം? നാഫിയാൻ, ഉപകാരപ്പെടുന്ന മഴ. അതാണ് കുത്തിച്ചൊരിയുന്ന മഴ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഔ അല്ലെങ്കിൽ ഈ മുനാഫിക്കിൻ്റെ ഉദാഹരണം ഔ കസ്വയ്യിബിൻ. കസ്വയ്യിബ് വെച്ചാൽ ഒരു പെരുമഴ പോലെയാണ്. മിനസ്സമായി, ആകാശത്ത് നിന്ന് വരുന്ന മഴ. എന്നിട്ടോ ഫീഹി, അതിലുണ്ട് ളുലുമാത്തുൻ, ആ മഴയിൽ എന്തുണ്ട്? അന്ധകാരം, ഇരുട്ടുണ്ട്. അതുപോലെ വറഅദുൻ, ഇടിയുണ്ട്. റഅദ് ഇടി. വബർഖുൻ, മിന്നലുമുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട് ഇടിമിന്നലടിക്കുമ്പോൾ പ്രാർത്ഥിക്കാനില്ലേ? സുബ്ഹാനല്ലദി യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായിക മിൻ ഖീഫത്തിഹി എന്ന പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ കേട്ട് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാടെ വെച്ചത്, നിങ്ങളത് പഠിക്കണം. ഈ മുനാഫിക്കിൻ്റെ ഉദാഹരണം ഒരു വലിയ ആകാശത്ത് നിന്ന് വരുന്ന ഒരു വലിയ പെരുമഴയെപ്പോലെയാണ്. ഫിഹി, ആ മഴയോടൊപ്പം മഴയിലുണ്ട് ളുലുമാത്തുൻ, ഇരുട്ടുകളുണ്ട്. വറഅദുൻ, ഇടിയുമുണ്ട്. വബർഖുൻ, മിന്നലുമുണ്ട്. യജ്അലൂന,
അവരാക്കുകയാണ് അസ്വാബിഅഹും, അസ്വാബി വിരലുകൾ, അവരുടെ വിരലുകൾ ഫി ആദാനിഹിം, ഉദിന് അല്ലേ, ആദാൻ ഉദിന് എന്താണ്, ചെവി, ആദാനിഹിം അവരുടെ ചെവികളിൽ ആക്കുകയാണ്. അഥവാ കൈ, ആ ഇടിയും മിന്നും പേടിച്ചിട്ട് ഇങ്ങനെ കൈ ചെവിയിൽ വെക്കുകയാണ്. മിനസ്വവാഇക്ക്, എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? മീനസ്വവാഇക്ക്, ആ ഇടിമിന്നലിൻ്റെ ആ ഇടുത്തിയുണ്ടല്ലോ, ആ ഇടുത്തിയിൽ നിന്നും അതിൻ്റെ ശബ്ദം കൊണ്ട് ഇവർ കൈവിരലുകൾ ചെവിയിൽ വെക്കുന്നു. ഹദറൽ മൗത്ത്, ഹദറ പേടിക്കുക, ഭയപ്പെടുക, ഹദറൽ മൗത്ത് മരണത്തെ പേടിച്ചിട്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നത് അല്ലേ, ഒരു വലിയ, ഈ മുനാഫിക്കിൻ്റെ ഉദാഹരണം, ഒരു വലിയ പെരുമഴ പെയ്യുമ്പോൾ അതിൽ ഇരുട്ടുകളാണ്, ഇടിയും മിന്നും ഉണ്ട്. ആ ഇടിയുടെയും മിന്നിൻ്റെയും ആ ഒരു പ്രത്യേകമായ പേടിപ്പിക്കുന്ന പ്രകാശം വരുമ്പോഴത്തേക്ക് അവർ മരണത്തെ പേടിച്ചിട്ട് ഇങ്ങനെ വെച്ചു. നമ്മളൊക്കെ വെക്കയില്ലേ നാട്ടിൽ നിന്ന് അല്ലേ, ഇങ്ങനെ വെക്കും. എന്നാ അള്ളാഹ് പറയണം, വല്ലാഹു അള്ളയാകട്ടെ മുഹീത്തും വലയം ചെയ്തിരിക്കുന്നു ബിൽ കാഫിരീൻ, കാഫിരിങ്ങളെ വലയം ചെയ്യുന്നവനാകുന്നു അല്ലാഹു തആല. എന്തായി പറഞ്ഞത്? ഇവിടെയും അള്ളാഹ് പറയാ, ഈ മുനാഫിക്കിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു വലിയ മഴ. ഇവിടെ നമുക്കത് സങ്കല്പിക്കാൻ പറ്റൂല. നമ്മളെ നാട്ടിൽ നമ്മൾ കാണലുണ്ട്, ചില സമയത്ത് മഴ എന്ന് പറഞ്ഞാൽ രാത്രി അങ്ങോട്ട് പെയ്യും മഴ, നാട്ടിലത്തെ കറണ്ടും അങ്ങോട്ട് പോകും. നമ്മൾ കാണലുണ്ടല്ലോ, കൂരാക്കൂരിട്ടായിരിക്കും അല്ലേ. ആ മഴയെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് അനുഭവിക്കുന്നതാ. മിന്നെ നമ്മൾ ഇവിടുന്നാണോന്ന് അറിയും, കുട്ടികൾ പറയും ഇവിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മ എന്നറിയും അല്ലേ. വീട്ടിൻ്റെ അകത്തുനിന്നൊക്കെ മിന്നടിച്ച പോലെ നമുക്ക് തോന്നുക. ആ വെളിച്ചം വരുമ്പോൾ ശരിക്കും നമുക്ക് സന്തോഷമല്ല ഉണ്ടാകുക, എന്താ ഉണ്ടാകുക? പേടിയാണ് ഉണ്ടാകുക. ആ പിന്നെ മിന്നിനോടനുബന്ധിച്ച് വരുന്ന ഇടി ഉണ്ടാകും. അത് നമ്മൾ ചിലപ്പോൾ ഒന്നൊക്കെ ആദ്യമൊക്കെ മെല്ലെ മെല്ലെ വരും, പക്ഷെ പെട്ടെന്ന് പൊട്ടുന്നതൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ അടുത്തുനിന്ന് വന്ന് പൊട്ടുന്ന പോലെയൊക്കെ ഉണ്ടാവും അല്ലേ. വെച്ചു പോകും മരണത്തെ പേടിച്ചിട്ട്. അങ്ങനെ എന്തിനായി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സമാധാനവും ആർക്കുണ്ടാവൂല, മുനാഫിക്കിനുണ്ടാവൂല. അതുകൊണ്ടാണ് അള്ളാഹ് ഇത് പറഞ്ഞത്. എപ്പോഴും പേടിയിരിക്കും, സ്വസ്ഥത ഉണ്ടാകൂല. ഇവിടെ വരണോ, ഇതെന്നെ വിശ്വസിക്കണോ, അതല്ല അപ്പുറത്തേക്ക് പോണോ, ഇങ്ങനെ പേടിക്കും. നമ്മൾക്കത് അതിൻ്റെ അസ്വസ്ഥത എത്രയും വെച്ചാൽ അള്ളാഹ് പറയുന്ന ഈ ഉദാഹരണം വരെ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ഒരു ഇടുത്തി വരുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് ഇരു കൈകളും കാതുകളിലേക്ക് വെക്കുന്നത് പോലെ മുനാഫിക്കിന് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ കൂടിയാൽ ഇവർ യുദ്ധം ജയിക്കുമ്പോൾ ഇവിടെ ടെൻഷനാണ്. കാരണം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല, മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? അനീമത്ത് കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പുറത്തേക്ക് പോയാലോ, അവർ മുസ്ലിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലോ ഈ പട്ടിണിയുള്ള സമയത്ത് പോയി യുദ്ധത്തിന് പോകേണ്ടി വരും. അങ്ങോട്ട് മുസ്ലിമായി അത് കഴിയൂല. കാഫിര്യങ്ങളെ കൂട്ടത്തിൽ കൂടിയാൽ ഒരുപാട് ദുനിയവിയായിട്ട് അവർ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവർക്കറിയാം അത് അപകടമാണെന്നറിയാം. എവിടെയും ചേരാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അള്ളാഹു ആകട്ടെ, ഇവർ നേരത്തെ പറഞ്ഞില്ലേ, ഇവരെ ഈ ഇരുട്ടിൽ അള്ളാഹ് അന്ധകാരങ്ങളിലൂടെ വിട്ടേച്ചേക്കാണ്. ഇവരെ തോന്നിയാസം കൊണ്ട് സത്യം കൊടുക്കുന്നില്ല. മുശ്രിക്കീങ്ങൾക്ക് ഇസ്ലാമിലേക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. സത്യം മനസ്സിലാക്കിയിട്ടും ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന ആൾക്കാർ മരിക്കോളം അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ തന്നെയായിരിക്കും. സത്യം അറിയാം, ശരിക്കും അറിയാം, എന്നിട്ടും ദുനിയാവിലെ ലാഭത്തിന് വേണ്ടിയിട്ടും തറവാടിൻ്റെ പേരിന് വേണ്ടിയിട്ടും പിന്നെ അധികാരത്തിന് വേണ്ടിയിട്ടും അസത്യത്തിൽ തന്നെ കൂട്ടുനിൽക്കുന്ന ആളുകൾക്ക് ഒരു മരിക്കോൾ അങ്ങനെ തന്നെയായിരിക്കും. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ അല്ലേ. ഇതിൻ്റെ ഗൗരവം അല്ല പറയുക, വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, അള്ളാഹു കാഫിരിങ്ങളെ വലയും ചെയ്യുന്നവനാകുന്നു. അടുത്ത ആയത്തും കൂടെ ഓതുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണത വരിക. യക്കാദുൽ ബർഖ്, യക്കാദു, കാദ യക്കാദു ആകാറാകുക എന്ന, യക്കാദുൽ ബർഖു, ആ പിന്നെ ഇവർക്ക് വരുന്ന ആ മിന്നലാകട്ടെ അതിങ്ങനെ ആകാറായിട്ടുണ്ട്. ഏത്? യഖ്തഫു, റാഞ്ചാറായി, അതിങ്ങനെ റാഞ്ചിക്കൊണ്ടുപോകുമാറായിട്ടുണ്ട്. അബ്സ്വാറഹും, അവരുടെ ദൃഷ്ടികളെ അഥവാ അവരുടെ കാഴ്ചകളെ റാഞ്ചുന്ന തരത്തിലേക്ക് എന്ത് വന്നിട്ടുണ്ട്? ആ മിന്നൽ വന്നിട്ടുണ്ട്. കുല്ലമാ അലാ അലഹും, അവർക്ക് വെളിച്ചം വരുമ്പോഴൊക്കെ മഷൗഫി, അവരതിലേക്ക് നടക്കും. വ ഇദാ അളുലമ അലൈഹിം, അവരുടെ മേലെ അത് ഇരുട്ടാകുമ്പോഴോ ഖാമു, നിൽക്കും. അങ്ങനെയല്ലേ. പിന്നെ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ കൂരാക്കൂരി ഇരുട്ടിൽ ഒരു മഴ വരുമ്പോൾ ഒന്നും കാണൂല. നമ്മുടെ ഒരു യാത്രയിൽ അകപ്പെടുക, എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തണം.
പക്ഷേ ആ സമയത്ത് പേടിച്ച് മരിക്കുക ഒന്നും അറിയാതെ നിൽക്കുമ്പോൾ ഒരു മിന്നൽ വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് വെക്കാൻ നോക്കും. പക്ഷേ അതോടുകൂടി എന്തായിട്ടുണ്ടാവും? കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ എന്തെന്നെയാണ് വരുന്നത്? നിങ്ങൾ പറഞ്ഞേ ഇരുട്ടന്നെ അല്ലേ? അത്ര ഭീതിയുള്ള ഒരു സമയങ്ങൾ നമ്മൾ നാട്ടിൽ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പണ്ട് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതാണ്. വീട്ടിലേക്കുള്ള ഒരു വീട്ടിലേക്ക് വരുമ്പോഴോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോഴോ ഇവരും ഈ മുനാഫിക്കീങ്ങൾ അപ്പുറത്താണോ വേണ്ടത് ഇപ്പുറത്താണോ വേണ്ടത്, എന്തെങ്കിലും സുഖം കിട്ടുമ്പോഴത്തേക്ക് അവിടെ പോകാൻ ഒരു ഇഷ്ടം ഉണ്ടാവും. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ കൂടിയുള്ള നേട്ടങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് വെക്കാൻ നോക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഇവർക്ക് ഓർമ്മ വരിക, മുസ്ലിങ്ങളായ പിന്നെ 5 നേരം നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, ഈ പിന്നെ ചിലപ്പം പട്ടിണി എടുക്കുന്ന സമയത്തായിരിക്കും യുദ്ധത്തിന് പോകണം എന്ന് പറയും, അത് ചെയ്യണം. അതാകുമ്പോഴത്തേക്ക് അവിടെ തന്നെ നിൽക്കും. ഇതുപോലെ തന്നെ അപ്പുറത്തും നിൽക്കാൻ പറ്റൂല. ഇങ്ങനെ ഈ കണ്ണുകൾ റാഞ്ചിക്കൊണ്ടുപോകുമാർ ഇവരുടെ മിന്നൽ ആകാറായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകാശം വരുമ്പോഴൊക്കെ വെളിച്ചം വരുമ്പോഴത്തേക്ക് നടക്കാൻ നോക്കും, ഇരുട്ടി വരുമ്പോൾ അവിടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ അള്ളയുണ്ടല്ലോ, വലുഷാ അള്ളാഹു, അള്ള ഉദ്ദേശിക്കുകയാണെങ്കിൽ ലദഹബ ബിസംഇഹിം, അവരുടെ കാതുകളെ, അവരുടെ കേൾവി ശക്തികളെ അള്ളാഹു എന്ത് ചെയ്യും? കൊണ്ടുപോകുമായിരുന്നു. വ അബ്സാരിഹിം, അവരുടെ കാഴ്ചകളെയും അവരുടെ കേൾവിയെയും അവരുടെ കാഴ്ചകളെയും അള്ളാഹു തആല എന്ത് ചെയ്യുമായിരുന്നു? കൊണ്ടുപോകുമായിരുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ ഇടിയും മിന്നൊക്കെ വരുമ്പോൾ, ഈ കാതടപ്പിക്കുന്ന ശബ്ദം വരുമ്പോൾ കൊണ്ടുപോകാൻ അള്ളാഹുവിന് കഴിയുന്നത് പോലെ ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങളെ കൊണ്ടും ഇവർക്കും ഇനി ഒന്നും ചിന്തിക്കാത്തൊരവസ്ഥയിലേക്ക് വെക്കാൻ ആർക്ക് പറ്റും? അള്ളാഹ്ക്ക് പറ്റും. കാരണം ഖുർആനിൽ പല സ്ഥലത്തും മുനാഫിക്കുകളെ പറ്റി സൂറത്തു ഹജ്ജിലൊക്കെ പറയുന്നില്ലേ, അല്ലേ? അവർക്ക് പലതും അള്ളാഹ് കൊടുത്തു, എല്ലാം അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, എൻ്റെ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിന്തിക്കുന്നില്ല. ശരിക്കും അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, വലാക്കിൻ അഅമ, പക്ഷെ അന്ധത ബാധിച്ചത് എവിടെയാണ്? അവിടെ ഹൃദയങ്ങൾക്ക്, കൽബുകൾക്ക് അന്ധത ബാധിച്ചത്, അല്ലേ? അള്ളാഹ് ഖുർആനിൽ പറയുന്നില്ലേ, അള്ളാഹു ചില ആളുകൾ നരകത്തെ വലക്കത്തെ തറ എന്നാ നാം നിറച്ചിരിക്കുന്നു. എന്ത്? നരകത്തെ നിറച്ചിരിക്കുന്നു. ജിന്നുകളിൽ ഇൻസിൽപ്പെട്ട ആൾക്കാരിൽ നിന്ന് നരകം നിറച്ചത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയമുണ്ടവർക്ക്, ഹൃദയങ്ങളുണ്ട്, എന്ത് ചെയ്യൂല? ചിന്തിക്കൂല. കണ്ണുകൊണ്ട് കാണൂല, കാതുകൊണ്ട് കേൾക്കൂല. ഉലായിക കൽ അൻആം, ആരെപ്പോലെയാണ് ഇവർ? നാക്കാലികളെ പോലെ. പക്ഷെ അള്ള തിരുത്തി, നാക്കാലികൾ എന്ന് പറഞ്ഞാൽ നാക്കാലികൾ പ്രതിഷേധം അറിയിക്കും. ബൽഹും അളൽ, അല്ലേ? അള്ള എന്താ പറഞ്ഞത്? അതിനേക്കാളും പേച്ചോല, നാൽക്കാലികളെക്കാളും പേച്ച ആൾക്കാരാണ് അവർ. ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഓരോ ക്ലാസ്സിലും ഓരോ പുസ്തകത്തിലും ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ കുദറത്ത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പടച്ചോൻ്റെ സത്യം നമുക്കിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്താ അവർ ഇസ്ലാമിലേക്ക് വരാത്ത, ഇവർ ഇസ്ലാമിലേക്ക് വരാത്ത ചിന്തിക്കുന്നതിന് പകരം മുസ്ലിങ്ങളായ നമ്മൾക്ക് പരലോകമുണ്ടെന്നും സ്വർഗ്ഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഒക്കെ അറിയാം. ഇതൊക്കെ അറിയുന്ന നമ്മളെന്താ അതിനു വേണ്ടി പണിയെടുക്കാതെ നമ്മൾ ചിന്തിച്ച് നോക്കുക. ശരിക്കും നമ്മളെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിട്ടുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുക, അല്ലേ? അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് അവർക്ക് ഹൃദയം ഉണ്ട്, അവരെന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കുന്നില്ല. അവർ ഹവേലിങ്ങനെ പോകുന്നേ ഉള്ളൂ. എല്ലാവരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു, എല്ലാവരും ഇങ്ങനെ പോകുന്നു, ഞാനും പോകുന്നു എന്നതിലേക്കാണ് സഹോദരങ്ങൾ. ഇതൊരു മുനാഫിക്കിൻ്റെ ഒരു പണിയായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്. അള്ളാഹ് പറയാണ്, ഈ മുനാഫിക്കാകട്ടെ അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു തആല. നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ ഉദാഹരണം നമ്മൾക്ക് കൂടുതലായിട്ട് ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. സത്യം അസത്യം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് സത്യമുണ്ടായിരുന്നു, മുശ്രിക്കിൻ്റെയും ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെ ഭാഗത്ത് അസത്യവും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് മുനാഫിക്കുകൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് കാലങ്ങൾ കഴിഞ്ഞു, മുസ്ലിങ്ങളിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരുപാട് കക്ഷി വ്യത്യാസങ്ങളുണ്ടാകും, കക്ഷികളുണ്ടാകും. പിന്നെ എല്ലാം പിഴച്ചോര, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരാദർശത്തിൽ നിലകൊള്ളുന്നുവോ അത് മാത്രമേ സത്യം ഉണ്ടാകുകയുള്ളൂ. എന്ന് വെച്ചാൽ ഓരോ പാർട്ടിയും നരകത്തിലാണെന്നല്ലോ ഞാൻ പറയുന്നത്. ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും എന്ത് നിലപാട് സ്വീകരിച്ചോ ആ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും സ്വർഗത്തിലുണ്ടാകുന്നത്. നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. അവിടെ നമ്മളെ മഹല്ലിലെ സ്ഥാനമോ കുടുംബത്തിൻ്റെ വിഷയമോ ഭാര്യേൻ്റെ കുടുംബക്കാരോ ഇതൊന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഇത് ഞാൻ ചൊല്ലണോ ചൊല്ലണ്ടേ,
ഈ സ്വലാത്ത് ഞാൻ ചൊല്ലിയാൽ, ഇത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്താണെങ്കിൽ ചൊല്ലിയാൽ എനിക്ക് കൂലി കിട്ടും. അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിക്കാത്ത സ്വലാത്താണെങ്കിൽ എനിക്ക് കുറ്റം കിട്ടും, അല്ലേ? ഓരോ വിഷയത്തിനും ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സ്ത്രീകളൊക്കെ കൊണ്ടുവരികയാണ്, മൻസിലി എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവരികയാണ്. എല്ലാ വിഷയത്തിനും അതിൻ്റെ അകത്ത് മരുന്നുണ്ട് എന്നാണ്, അല്ലേ? എല്ലാ വിഷയത്തിനും മരുന്നുണ്ട് ഇങ്ങനെ വിശ്വസിക്കുക. നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ ഒരു നിലപാടെടുക്കണം. ഈ സാധനം എഴുതിയത് ഏതോ ചങ്ങാതിയാണ്, ഈ ഇപ്പം ജീവിക്കുന്ന ചങ്ങാതി, അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പത്തെ ചങ്ങാതി. ഈ ചങ്ങാതി ജീവിക്കുന്നതിന് മുമ്പ് ലോകത്തെല്ലാവർക്കും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്കൊക്കെ അസുഖം മാറിയിട്ടുമുണ്ട്. ഈ സാധനം ഉണ്ടായിട്ടല്ല, അല്ലേ? അപ്പോൾ എൻ്റെ നിലപാടെന്താ? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തതാണെങ്കിൽ മതപരമായിട്ട് ഇന്ന വിഷയം ഇന്ന രീതിയിൽ ചെല്ലണം, തലവേദനയ്ക്ക് ഇന്ന ആയത്ത് ഇത്ര വട്ടം ഓതണം, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓദിക്കോ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ എങ്കിൽ അത് പുതിയതായിട്ടുണ്ടായതാ, പിഴച്ചതാണത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഏതോ ഈ മൻസിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തെപ്പറ്റി ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുക. ഇതൊരാളിറക്കി, ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും ടി വി കൂടെ പരസ്യം വെച്ച് വിൽക്കുകയാണ്. പിന്നെ കാണുന്ന പരസ്യം എന്താ? ഇതേ ഗ്രന്ഥം വേറെ ആരോ ഇറക്കിയിട്ടുണ്ട്, അത് ഓതിയാൽ ഇതിൻ്റെ ഫലം കിട്ടൂല. അതിലും ഇതേ ആയത്താണ് ഉള്ളത്, ഇതേ ഹദീസാണ് ഉള്ളത്, ഇതേ കാര്യമാണ് ഉള്ളത്. അപ്പോൾ എന്താ വേറെ ആൾക്ക് ഇറക്കിയ പുസ്തകം ഓതിയാൽ ആയത്തോതിയാൽ എന്താ? അല്ലേ? നിങ്ങൾ നോക്കിയാൽ തട്ടിപ്പ്, അല്ലേ? ഇതേ പരിസരത്ത് തന്നെ കാണാം, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്, ഗൾഫ് രാജ്യത്ത് ഇന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്, നമ്മുടെ പ്രോഗ്രാം ഇന്ന ചാനലുകാർക്ക് ഇത്ര സമയം വരെ കരാറുള്ളൂ, അത് അവസാനിക്കാനായിട്ടുണ്ട്. ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ, ഇത് നിന്നു പോകാൻ പേടിക്കുകയാണ്. സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സംഭാവന എന്ത് ചെയ്യണം? എത്തിക്കണം. ദുനിയാവത്ത് അമേരിക്കേൻ്റെ പ്രശ്നത്തിന് വരെ പരിഹാരം കാണുന്ന ഉസ്താദിന് ഈ പരിപാടി ഇനി നിന്നു പോകാതിരിക്കാൻ ഒരു പ്രത്യേകം ആയത്തില്ല. ഈ പരിപാടി സുഖമായിട്ട് ലാഭത്ത് കൊണ്ടുപോകാൻ പ്രത്യേകം ദിക്റില്ല, അല്ലേ? ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ചെയ്ത എന്ത് വിഷയത്തിൽ നമ്മൾ നിലപാട് സ്വീകരിക്കണം. ഇതും ഇതും എല്ലാ സഹോദരങ്ങളെ സഹോദരികളെ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇരുമുഖങ്ങളിൽ നിന്ന് മാറിയിട്ട് സത്യത്തെ സത്യമായി ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഇത് ഒരാളുടെയും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ ഇസ്ലാഹി സെൻറ്ററിൽ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നിങ്ങളെ എൻ്റെ മുമ്പിൽ കിട്ടി, ഇസ്ലാഹി സെൻറ്ററിൻ്റെ മുമ്പിൽ കിട്ടി, നാളെ പടച്ചോൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റണം, റബ്ബേ നിൻ്റെ ദീനിൻ്റെ സത്യം, തൗഹീദിൻ്റെ സത്യം ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു, അതിൽ മരണം വരെ ഞങ്ങൾക്ക് ജീവിതം ഞങ്ങൾ ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരു മനുഷ്യനെയും പേടിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്, ഒരവസ്ഥയുണ്ടാകരുത്. ഞാൻ മരിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ബാപ്പ മരിച്ചിട്ട് എൻ്റെ ബാപ്പാൻ്റെയോ എൻ്റെയോ മയ്യത്ത് മഹല്ലിലെ ഖബർസ്ഥാനിൽ വെക്കൂല എന്നതിൻ്റെ പേരിൽ നമ്മൾ ശിർക്കിനും ബിദഅത്തിനും കൂട്ടുനിൽക്കുകയും അതിന് സംഭാവന ഇവിടുന്ന് എത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്തെ ദുനിയാവത്ത് ഒരു ഖബറിൽ എത്തിച്ചില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മയ്യത്ത് ഖബറടക്കേണ്ട ബാധ്യത എൻ്റെതല്ല, അതിൽ നാട്ടുകാരെ ബാധ്യതയാണ്. അള്ളാഹു എനിക്ക് സ്വർഗം തരും, നമുക്ക് നൽകുമാറാകട്ടെ. ഇതാ നമ്മുടെ പേടി. ലോകത്തൊരു മുസ്ലിമിൻ്റെ ഖബറും മയ്യത്തും ഖബറടക്കപ്പെടാതെ നിന്നിട്ടുമില്ല. നമ്മളത് പേടിക്കേണ്ട. ഇന്നത്തെ കാലത്ത് പോലും ഇങ്ങനെ ബഹിഷ്കരണം പേടിക്കുന്ന ആളുകളുണ്ട്. നമ്മളങ്ങനെയല്ല. പഠിച്ച സത്യം എന്നെ കീറി മുറിച്ചാലും റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നീ ലാ തുശ്രിക് ബില്ലാഹി ഷൈൻ, ഒരു കടലാസ് കഷ്ണത്തിനെ കൊണ്ടുപോലും നീ അള്ളാഹിൽ പങ്കു ചേർക്കരുത്. നീ കീറി മുറിക്കപ്പെട്ടാലും ശരി, നീ കത്തിച്ച് കരിക്കപ്പെട്ടാലും ശരി, അള്ളാഹിൽ നീ ശിർക്ക് ചെയ്യല്ലേ മക്കളെ. ഈ വിഷയത്തിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആ നിലപാട് നമ്മൾ സ്വീകരിക്കണം. സത്യം അറിഞ്ഞിട്ടും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് തോണിൽ നമ്മൾ കാല് വെച്ചിട്ട് എന്ത് ചെയ്യരുത്. അത് ദുനിയാവിൽ നീ എത്ര ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ ശ്രദ്ധിച്ചാലും പക്ഷെ അള്ളാഹു അതുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ അതൃപ്തനാണ് എന്ന് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് മുനാഫിഖീങ്ങളെപ്പറ്റി പറയുന്ന അവസാനത്തെ ഭാഗം. ഇനി നമ്മൾ പറഞ്ഞു, ഈ സൂറത്തിൽ ആദ്യം മുഅ്മിനീങ്ങളെപ്പറ്റി പറഞ്ഞു, അല്ലേ? മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളെ പറ്റി പറഞ്ഞു. പിന്നെ ആരെ പറ്റി പറഞ്ഞു? രണ്ടായത്ത് കാഫിറുകളെ പറ്റി പറഞ്ഞു. പിന്നെ ആരെപ്പറ്റി പറഞ്ഞു? കുറേ ആയത്തുകൾ, 10-13 ആയത്തുകൾ മുനാഫിഖീങ്ങളെ പറ്റി പറഞ്ഞു. ഇനി അല്ലാഹു തആല എല്ലാവരെയും വിളിച്ചു പറയുകയാണ്. മുഅ്മിനീനെയും കാഫിറിനെയും മുനാഫിഖിനെയും പിന്നെ ബുദ്ധനെയും ചൈനനെയും ഇന്ത്യക്കാരനെയും എല്ലാം പാകിസ്ഥാൻകാരനെയും ലോകത്തുള്ള സർവ്വ മനുഷ്യരെ വിളിച്ചിട്ട് അല്ലാഹ് പറയുക, യാ അയ്യുഹന്നാസ്, അന്നാസേ, എന്താ അന്നാസ്? ജനങ്ങളെ, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണേ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. അള്ളാഹിൻ്റെ പദപ്രയോഗം നോക്കിയാൽ നിങ്ങൾ, ജനങ്ങളെ നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാ? നിങ്ങളുടെ റബ്ബിനെയാ.
മുഹമ്മദ് നബിയുടെ മാത്രം റബ്ബിനെ നിങ്ങൾ ആരാധിക്കണ്ട, മക്കക്കാരുടെ മാത്രം റബ്ബിനെ ആരാധിക്കണ്ട. മനുഷ്യരെ നിങ്ങൾ റബ്ബിനെ പരിപാലിക്കുന്നവൻ, വളർത്തുന്നവൻ, അല്ലേ, ശിക്ഷണം നൽകുന്നവൻ, നിങ്ങളെ വളർത്തുന്ന പടിപടിയായി വളർത്തുന്ന റബ്ബ്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ അല്ലാഹു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കുക. ഒന്ന്, ഉഅ്ബുദൂ, നിങ്ങൾ എന്ത് ചെയ്യണേ, നിങ്ങൾ ആരാധിക്കണേ. പിന്നെ മഅബൂദായിട്ടുള്ളവൻ അള്ളയാ. നമ്മളൊക്കെ അള്ളാൻ്റെ ആരാണ്? അബ്ദ, അടിമകളാണ്. അതുകൊണ്ടാ ഒരടിമ അബ്ദ് മഅബൂദിന് എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അള്ളാൻ്റെ റസൂലിനെ പോലും അള്ളാഹ് എന്താ പറഞ്ഞത്? അടിമ എന്ന. അതുകൊണ്ടാ വെള്ളിയാഴ്ച സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ഓതുക? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അല്ലേ? തൻ്റെ അടിമക്ക് ഈ ഗ്രന്ഥം ഇറക്കിക്കൊടുത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലതി ബാറക്നാ ഹൗല. മസ്ജിദുൽ ഹറമിൽ നിന്ന് തൻ്റെ അടിമയെ സ്പീഡിൽ അങ്ങേ അറ്റത്തെ പള്ളിയിൽ മസ്ജിദുൽ അഖ്സ, അല്ലേ, ഫലസ്തീനിലേക്ക് എത്തിച്ച അള്ളാഹു പരിശുദ്ധനാണ്. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. എവിടെയും റസൂലുള്ളാഹിനെ പോലും എന്താ പറഞ്ഞത്? അടിമ, അടിമ എന്നാ. എന്നാൽ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ചില ബൈത്തുകളിലൊക്കെ എന്താ പറയുക? അബ്ദൂക്കൽ മിസ്കിൻ എന്ന് അറിയുക, അങ്ങയുടെ പാവപ്പെട്ട അടിമ. എല്ലാവരും അള്ളാൻ്റെ അടിമയാണ്. അടിമ മുഴുവനും ആരോടാ രക്ഷ തേടേണ്ടത്? അള്ളാഹിനോട് മാത്രം. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി അന അബ്ദുല്ലാ ഫഖൂലു, നിങ്ങളെ പറഞ്ഞു എന്നെപ്പറ്റി, അബ്ദുല്ലാ വ റസൂൽ, ഞാൻ അള്ളാഹിൻ്റെ ഒരു അടിമയാണ്, അള്ളാഹിൻ്റെ ഒരു റസൂലുമാണ്. അതുകൊണ്ട് അബ്ദു, നിങ്ങൾ അടിമകളാണ്. നിങ്ങൾ ആരാധിക്കേണ്ടത് റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെയാ, അല്ലദീ ഖലഖ, നിങ്ങളെ സൃഷ്ടിച്ച. ഇത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ട് എനിക്ക് പറ്റൂല, ഒരു 5 റിയാൽ തന്നു തരും, നിങ്ങൾ പോയിക്കോ, ഞാൻ 5 റിയാൽ തരാം, അല്ലെ നിങ്ങൾ പോയിക്കോ, എൻ്റെ വക 10 റിയാൽ തരാം. അള്ളാൻ്റെ ഖുർആൻ ഇതിനും വലിയ സുഖമായതെന്താ സഹോദരങ്ങളെ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും മതമുള്ളവനെ ഇല്ലാത്തവനോടൊക്കെ ഇസ്ലാം പറയുക, നീ ആരാധിക്കേണ്ടത് ആരെയാ? നിന്നെ ശ്രീരാമനാ സൃഷ്ടിച്ചതെങ്കിൽ ശ്രീരാമനെ ആരാധിച്ചോ, ശ്രീകൃഷ്ണനാണെങ്കിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചോ, മുഹമ്മദ് നബി ആണെങ്കിൽ മുഹമ്മദിനോട് വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചോ. പക്ഷെ അള്ളാഹ് പറയുന്നത് അതുകൊണ്ടാണ്, നിന്നെ സൃഷ്ടിച്ചോനാരാണോ അവനോടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. കാരണം അവനാണ് നിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുക, അല്ലേ? പോരാ, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരെയും. മുഹമ്മദ് റസൂലോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നു, അവരാരോടായിരിക്കും പ്രാർത്ഥിച്ചത്? ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഈസാ നബിക്ക് മുമ്പ് എത്രയോ ജനങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, ആരോടായിരിക്കും പ്രാർത്ഥിച്ചത്? അല്ലേ? അമ്മയോടും ദേവിയോടും ബീവിയോടും കല്ലിനോടും അതുപോലെ തന്നെ പിന്നെ മുള്ളിനോടും മൂർഖൻ പാമ്പിനോടും ചുമർ ചിത്രങ്ങളോടും അൽത്താരകളോടും എല്ലാവരോടും ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, പൂജ നടത്തുന്ന ആൾക്കാരുണ്ട്. എല്ലാവരോടും അള്ളാഹ് പറയാ, ഇത് തെറ്റാ. ഇസ്ലാമിൽ പിന്നെ ബിംബാരാധന എന്നതല്ല ഇസ്ലാം ശരിക്കും നിഷേധിക്കുന്നത്. ഇസ്ലാം സൃഷ്ടിപൂജ, അള്ളാഹു അല്ലാത്തത് സൃഷ്ടികളാണ്, അല്ലേ? ആ സൃഷ്ടിപൂജയാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാം ശരിക്കും വിമർശിക്കുന്നത്. അത് പറയുമ്പോൾ സൃഷ്ടിപൂജ എന്ന് പറയുമ്പോൾ മൊത്തത്തിലെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസം എന്നല്ല, എല്ലാവർക്കും ശിർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ബഹുദൈവ വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇസ്ലാം നിഷേധിക്കുന്നത് ബഹുദൈവ ആരാധനയാണ്. ഓൻ നടത്തുന്ന ആരാധനയാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? ഓൻ 2 ദൈവങ്ങളുണ്ട് ഇത് വിശ്വസിച്ചാലും ശരി, അള്ളാഹ് മാത്രമേ ദൈവമുള്ളൂ എന്ന് വിശ്വസിച്ചാലും ശരി, അള്ളാഹ് മാത്രമേ ഇലാഹായിട്ടുള്ളൂ എന്ന് വിശ്വസിച്ചിട്ട് മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചാലും ശരി, എന്തും ശരി തന്നെയാണ്, അല്ലേ? സഹാബികൾ ചോദിച്ചില്ലേ, റസൂലേ, മുശ്രിക്കീങ്ങൾക്കൊക്കെ ഒരു ധാത്തു അനുവാദമുള്ളതുപോലെ ഒരു യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഒരു വാള് തൂക്കിയിടാനുള്ളൊരു മരം ഞമ്മക്കും താ. എന്താ പറഞ്ഞത്? ഒന്ന് തൂക്കിയിടാൻ. എന്താ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൂസാ നബിയോട് പിന്നെ ബനു ഇസ്രായേൽക്കാർ പറഞ്ഞു, അവർക്ക് ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒന്നുണ്ടാക്കിത്താ, ഒരു ഇലാഹ് ഉണ്ടാക്കിത്താ. അതിന് തുല്യാണ് ഒരു ജസ്റ്റ് ഒരു തൂക്കിയിടുന്നതിന്, ഒരു പറക്കത്തിന് വേണ്ടിയിട്ട്. ഇതുപോലെ ഇസ്ലാമിൽ എന്താണ്? ഷിർക്ക, അല്ലേ? അള്ളാഹ് പറയുക, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ളവരെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ആരാധിക്കണം. അത് അള്ളാഹുവാണ്.
അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്ന ഒരു ഹദീസ് ഉണ്ടാകും, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. എന്നിട്ട് എന്താ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫ അബവാഹു, അവൻ്റെ ഉപ്പയും ഉമ്മയാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവനെ യഹൂദിയാക്കുന്നതും മജൂസിയാക്കുന്നതും, അല്ലേ? അവനെ ക്രിസ്ത്യാനിയാക്കുന്നതും മജൂസിയാക്കുന്നതും. അവൻ്റെ ഉമ്മയും ഉപ്പയാണ് അവനെ ഇസ്ലാമാക്കുന്നതും എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഇസ്ലാമിലാണ് ജനിക്കുന്നത്, അല്ലേ? നമ്മൾ ചില ആൾക്കാരുണ്ട് ഇന്ന് മുസ്ലിങ്ങളിൽ, ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ ശരിക്കും ഇസ്ലാം എന്ന തറവാട്ടിലേക്ക് തിരിച്ചു വരിക ചെയ്യുന്നത്. പുതു മുസ്ലിം, അല്ലേ? ഓനെ മോളെ കല്യാണം കഴിക്കൂല, ഇത് പുതു മുസ്ലിമാട്ടോ. എന്ത് പുതു മുസ്ലിം? എല്ലാവരും മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്, മുസ്ലിമായി ജനിക്കുന്നു, അറിയാതെ ഉമ്മയും ഉപ്പയും അവരെ പിഴപ്പിക്കുന്നു, സത്യം തിരിച്ചറിയുമ്പോൾ അവർ തിരിച്ചു വരുന്നു. ആ ആളുകൾക്ക് ഇതിലേക്ക് വന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? 2ാം നമ്പറായിരിക്കും, അല്ലേ? നാട്ടിലൊക്കെ ഇത് കാണാം. അവരെന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയാണ് കുറച്ച് അനുഭവിക്കുക. അവർക്കൊരു പെൺകുട്ടിയൊക്കെ ഉണ്ടായി, നാട്ടിലുണ്ടായി, അവർ കല്യാണം കഴിക്കുമ്പോൾ ഇല്ല കുടുംബയിൽ കേട്ടോ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ടേക്ക് വന്ന് പാർത്ത. നമ്മളൊക്കെയോ എല്ലാവരും നയമാറ മക്കളാണ്, അല്ലേ? വേറെ ഓരോരുത്തരുടെ മക്കളാണ്. അങ്ങോട്ടും എണ്ണി നോക്കിയാൽ ഇതല്ല, ഇന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂൽ എന്ന് പറഞ്ഞത്, എല്ലാവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഒരു കുതിരയുടെ പ്രകൃതം ചാടലാണ്, ഓടലാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രകൃതം അള്ളാനെ മാത്രം ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിച്ച് അതിനൊരു കാട്ടിലണ്ടിട്ട് വെച്ചോ, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ആ കുട്ടി എത്തിപ്പെട്ടു. ആ കുട്ടീൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യനും വരുന്നില്ല, ഒരാളും വരുന്നില്ലെങ്കിൽ ആ കുട്ടി ഏത് സമയത്തും ആരോടായിരിക്കും പ്രാർത്ഥിക്കുക? അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുക. ആ കുട്ടിയുടെ കൈ ആകാശത്തേക്ക് ഉയർന്നു പോകും, അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അല്ലേ? അതുകൊണ്ട് നമ്മളെ ജീവിതത്തിലും പറയും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹോദരങ്ങളെ, ഈ ആരാധനയും പൂജയും പ്രാർത്ഥനയും ഒക്കെ നടക്കേണ്ടത് അള്ളാഹിനോട് മാത്രമാണ്. ഞാൻ അടുത്ത ആയത്തും കൂടി എടുത്ത് അവസാനിപ്പിക്കുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അല്ലദീ ജഅല ലക്കും, അതായത് അവൻ നിങ്ങൾക്ക് ആക്കിയിരിക്കുന്നു, അൽ അർള ഭൂമിയെ, ഫിറാഷൻ ഒരു വിരിപ്പാക്കിയിട്ടുണ്ട്, വസ്സമാ ആകാശത്തെ ബിനാഅൻ ഒരു കെട്ടിടം, ബിനാഇൻ്റെ കെട്ടിടം ഉദ്ദേശിക്കുന്നത് ഒരു മേൽപ്പുരയാക്കിയിട്ടുണ്ട്. വ അൻസല മിനസ്സമായി ആകാശലോകത്തു നിന്ന് അവനെ ഇറക്കി, മാ അൻ വെള്ളത്തെയും അഥവാ മഴയെയും, ഫ അഖ്റജ അപ്പോൾ അവൻ പുറത്തു കൊണ്ടുവന്നു, ഫ അഖ്റജ ബിഹി അതുകൊണ്ട്, ആ മഴ കൊണ്ടവൻ പുറത്തു കൊണ്ടുവന്നു, മിനസ്സമറാത്ത് കായ്ക്കനികളിൽ ഫലവർഗ്ഗങ്ങളിൽ നിന്ന്, റിസ്ഖൻ ഉപജീവനം, ലക്കും നിങ്ങൾക്ക്, ഫലാ തജ്അലു അതുകൊണ്ട് നിങ്ങൾ ആക്കരുതേ, ലില്ലാഹി അള്ളാഹുവിന് അന്താദൻ സമന്മാരെ ആക്കരുത്, ഉണ്ടാക്കല്ലേ, വ അൻതും തഅലമൂൻ നിങ്ങൾ അറിഞ്ഞിരിക്കെ. ഇത്രയല്ലേ ഞാൻ ഓതി തന്നതും, അല്ലേ? അള്ളാഹ് പറയുക, അള്ളാഹിനെ ആരാധിക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മതി. അള്ളാഹിനെ ആരാധിക്കുക നമുക്ക് നിർബന്ധം ആണല്ലോ. പക്ഷെ അള്ളാഹ് വെറുതെ പറഞ്ഞു പോകരുത്. അതിൻ്റെ കാരണം അള്ളാഹ് പറയുക, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചത്. അങ്ങനെയാകുമ്പോൾ നേരത്തെ വിട്ടുപോയിട്ടുണ്ട്, ലഅല്ലക്കും തത്തക്കും നിങ്ങൾ ഭക്തിയുള്ളവരായേക്കാം. അള്ളാഹ് എന്തൊക്കെ ഉദാഹരണം പറയുക. അള്ളാഹ് ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി, ഓടാനും ചാടാനും കടക്കാനും ഇരിക്കാനും തിന്നാനും കുടിക്കാനും കച്ചവടം ചെയ്യാനും എല്ലാത്തിനും എല്ലാത്തിനും സൗകര്യമുള്ള രീതിയിൽ ഈ ഭൂമിയെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വിരിപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആകാശത്ത് നിങ്ങൾക്കൊരു മേൽപ്പുരയാക്കി തന്നിട്ടുണ്ട്, ഒരു കെട്ടിടം പോലെ, നിങ്ങൾക്ക് ഒരു തൂണില്ലാത്ത പന്തൽ, അല്ലേ? ആരും കാണുന്നില്ല. അള്ളാഹു ആ നിലയ്ക്ക് നിങ്ങൾക്ക് ആകാശത്തെ സംവിധാനിച്ചു. അതുപോലെ വാനലോകത്ത് നിന്ന് അള്ളാഹു തആല മഴയെ ഭൂമിയിലേക്ക് ഇറക്കി തന്നു. ആ മഴ കൊണ്ട് നിങ്ങൾക്ക് ഫലവർഗ്ഗങ്ങൾ, ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ടെന്നറിയാം അള്ളാഹുവിൻ്റെ അത്ഭുതം. ഒരേ പറമ്പിൽ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, അല്ലെങ്കിൽ മുന്തിരിച്ചെടികളുണ്ടാകും, പച്ചക്കറികളുണ്ടാകും, എല്ലാം ഒരേ മണ്ണ, ഒരേ പറമ്പ, ഒരേ മഴയാ. പക്ഷേ കായികനികൾ വരുമ്പോൾ നിങ്ങൾ നോക്കിയേ, മുഖ്തലിഫൻ അൽവാനുഹ, അല്ലേ? വ്യത്യസ്ത നിറങ്ങളാ. പർവ്വതങ്ങളെല്ലാം പറഞ്ഞില്ലേ, വമിനൽ ജിബാൽ പർവ്വതങ്ങളിലാകട്ടെ കാക്കക്കറുപ്പുള്ള പർവ്വതങ്ങളുണ്ട്, ചില പർവ്വതങ്ങൾ മണ്ണുകൾ വെള്ളയാണ്. ഇതുപോലെ മനുഷ്യനാകട്ടെ വ്യത്യസ്ത, ഒരേ ഉമ്മയുടെ മക്കൾ തന്നെ വ്യത്യസ്ത കളറുകൾ. മനുഷ്യൻ്റെ ഭാഷകൾ, വഖ്തിലാഫി അൽസിനത്തിക്കും വ്യത്യസ്ത ഭാഷകൾ.
എല്ലാവരും ഒരേ ഭൂമിയിൽ ജീവിക്കുക, ഒരേ ഉമ്മാൻ്റെ മക്കളാ. കായികനികളിൽ അല്ല പറയുക വ്യത്യസ്തത വരുന്നു. അതുപോലെ ആടുമാടൊട്ടകങ്ങളിൽ വ്യത്യസ്തത വരുന്നു. കറുപ്പും വെളുപ്പും ചുവപ്പും ഒക്കെ വരുന്നു. പഠിച്ചവൻ്റെ അത്ഭുതം അല്ല പറയുന്നതറിയോ? എല്ലാത്തിനും അല്ല തരുന്നത് എന്തുതന്നെയാണ്? ഒരേ മഴ. നിങ്ങൾ നോക്കിയേ, ഒരേ മഴ ഒരേ പറമ്പിൽ ഒരേ മണ്ണിൽ വരിക. ഒന്നതിൽ മധുരമുള്ളത് വരുന്നു, പുളിക്കുന്ന രീതിയിൽ വരുന്നു, അത് കയ്പുള്ള രീതിയിൽ വരുന്നു, അല്ലേ? മുന്തിരി മധുരമുള്ളതായിട്ട് വരുന്നു. ഇത് അള്ളാനെ കൊണ്ടല്ലാതെ വേറെ ആർക്കാ കഴിയുക? അല്ല ചോദിക്കുക. അങ്ങനെ ഈ മഴ വരുമ്പോൾ നിങ്ങൾക്കുള്ള ഉപജീവനം അള്ളതിൽ നിന്ന് തരുന്നു. ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദ. ഇതൊക്കെ തന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൽ സമന്മാരെ ആക്കരുത്. നിങ്ങളാരും അള്ളാനെ പോലത്തെ വേറെ അള്ളാനെ വിളിക്കൽ എന്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മഴ വരുമ്പോൾ ചില ആളുകൾ മുഅ്മിനാകുന്നു, ചില ആളുകൾ കാഫിറാകുന്നു. നിങ്ങൾ പറഞ്ഞ എപ്പോഴാണ് മഴ വരുമ്പോൾ ഒരാൾ കാഫിറാകുന്ന എപ്പോഴാണ്? മഴ ശപിക്കുമ്പോൾ. പിന്നെ അല്ലേ, ഞാൻ ഇന്ന നക്ഷത്രം കൊണ്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മഴ പെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും ഇത് അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ടാണ് മഴ പെയ്തത്. അവരാരാണ്? മുഅ്മിനീങ്ങളാ. പിന്നെ പറയുന്നത് നമ്മളെ പറ്റിയാണോ ചോദിക്കട്ടോ. ഇന്ന നക്ഷത്രം കൊണ്ടും ഇന്ന ഞാറ്റുവേല കൊണ്ടുമാണ് മഴ തന്നത് എന്ന് പറഞ്ഞാൽ എന്തായി മാറും? കാഫിറായി മാറുകയും ചെയ്യും, അല്ലേ? നമ്മളങ്ങനെ പറയുക, കുംഭത്തിൽ ഓരോന്നും ഇങ്ങനെ പറയില്ലേ, അതുകൊണ്ടുള്ള മഴ. അതുകൊണ്ട് പറയുക അതാണ് അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ടാണ്. ഏത് സമയത്ത് നമ്മളെ നാട്ടിലൊക്കെ കുംഭം നോക്കിയിട്ടേ ഇപ്പോൾ മഴ വരുന്നത്, അല്ലേ? അള്ളാഹു ഏത് സമയത്ത് അള്ളാഹിൻ്റെ ഫضല് നമുക്ക് വരുന്നോ അത് വരും, അത് തരും. അത് പിന്നെ അനുഗ്രഹമായിട്ട് വരും, പരീക്ഷണമായിട്ട് വരും. അള്ളാഹുവിനൊരു അള്ളാഹിൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരു സൈന്യമാണ് മഴ, അല്ലേ? സന്തോഷത്തോടു കൂടി മഴയെ സ്വീകരിച്ച മുൻഗാമികളുണ്ട്. പക്ഷേ അവരോട് പറഞ്ഞിരുന്നു, 3 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്തോ, 3-ാം ദിവസം നിങ്ങൾക്ക് വരും ഒരു സാധനം, അത് വന്നാൽ നിങ്ങൾ നശിക്കും. പക്ഷെ കാർമേഘങ്ങൾ കണ്ടപ്പോൾ അവരും ചിരിച്ചു, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി തുള്ളിച്ചാടി. പക്ഷെ ആ മഴ അവരെയും കൊണ്ടാണ് പോയത്. ഇതാണ് മഴയുടെ പ്രത്യേകത, അല്ലേ? ഒരുപാട് മഴ വരും, മഴ കൊണ്ട് കൃഷി ഉണ്ടാകണം. പക്ഷേ മഴ കൊണ്ട് തന്നെ അള്ളാഹ് എന്ത് നശിപ്പിക്കും? കൃഷി നശിപ്പിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് വരും, പരീക്ഷണമായിട്ട് വരും, ശിക്ഷയായിട്ട് വരും. നമ്മുടെ ഉപജീവനം നിശ്ചയിക്കുന്നതും ഈ മഴയില്ല, അല്ലേ? അത് അള്ളാഹു നമുക്ക് തരുന്നൊരു നിഅമത്താണ്. അതുകൊണ്ട് അള്ളാഹ് പറയുക, ഈ മഴയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ശിർക്കായി മാറരുത്. അള്ളാഹിൻ്റെ ഫضല് കൊണ്ട് മഴ പെയ്തു. അതുകൊണ്ട് മഴയില്ലെങ്കിൽ ഇസ്ലാമിൽ പരിഹാരം നിസ്കാരമുണ്ട്. മഴ വരുമ്പോൾ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ എന്ന പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ മഴ ശക്തമാകുമ്പോഴും പഠിച്ചോനെ ഈ മഴയെ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണം, ലാ അലൈന ഞങ്ങൾക്ക് എതിരാക്കല്ലേ പഠിച്ചോനെ, ഇതിനെ നീ എന്ത് വേറെ ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ മാറ്റിത്താ, താമസമില്ലാത്ത ഭാഗത്തേക്കൊക്കെ മാറ്റിത്താ എന്ന് പറയുന്നുണ്ട്, അല്ലേ? മദീനത്തെ പള്ളി റസൂൽ ഖുതുബ നടത്തുമ്പോഴും ഒരാൾ ഓടി വന്ന് പറയുന്നു, റസൂലെ മഴയില്ല, നശിച്ചുപോയി കന്നുകാലികളൊക്കെ. പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പുറത്തിറങ്ങി നോക്കുമ്പോൾ മേഘങ്ങൾ ഇങ്ങനെ കാണുകയാണ്, മഴ പെയ്തു, അല്ലേ? പിന്നെയും അടുത്ത ആഴ്ച ഓടി വരികയാണ്, റസൂലെ മഴ കൊണ്ടിട്ട് എല്ലാം നശിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നു, നിർത്തുന്നു. നിങ്ങൾ നോക്കിയേ, ഞാൻ സാന്ദർഭികമായിട്ട് നമുക്ക് പഠിക്കേണ്ട ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാനെ ആരാധിക്കാൻ അള്ള ചില കാരണങ്ങൾ പറഞ്ഞു. നമ്മളും മനസ്സിലാക്കുക, ജീവിതത്തിൽ ഒരു വിഷയത്തിലും നിങ്ങളിതിൻ്റെ 139-ാമത്തെ പേജ് ഒന്ന് വായിക്കണം. കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നേർച്ച, അല്ലേ? പണ്ടൊക്കെ ഉണ്ടായി, ഞാൻ കേട്ടിരുന്നോ കണ്ടിട്ടില്ല. ഇന്ന് തങ്ങൾക്ക് വേണ്ടിയിട്ട് ഉഴിഞ്ഞു വെച്ച് എന്തോ പറയലുണ്ടത്, നേർച്ച ഉഴിഞ്ഞു വെച്ച് കോഴികളെയോ ആടുകളൊക്കെ ആരും തൊടാൻ പാടില്ല, അത് ഉള്ളാളത്തേക്ക് നേർച്ചയാക്കിയ മൃഗമാണ്, അല്ലേ? ബദരിങ്ങക്ക് നേർച്ചയാക്കിയ മൃഗമാണ്, അതിനാരും തൊടാൻ പാടില്ല. അങ്ങനത്തെ ഒരു നേർച്ച ഇസ്ലാമിലില്ല. നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്തായ കാര്യം. ഞാനിപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഞാൻ നോമ്പൊരു നേർച്ചയാക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച നോമ്പ് എനിക്ക് എന്തായി മാറി? നിർബന്ധമായി മാറിക്കഴിഞ്ഞു. അങ്ങനത്തെ അള്ളാഹു ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നിർബന്ധമാക്കുക. ഒരു യതീമക്ക് ഞാൻ ഇത്ര ഭക്ഷണം കൊടുക്കും, പാവപ്പെട്ടവന് ഇത്ര ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കും, ഇതൊക്കെ നമുക്ക് ചെയ്യാം. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നേർച്ചയാക്കാൻ പാടില്ല. സത്യം ചെയ്യുന്നതിലൂടെ മുശ്രിക്കാകുന്നുണ്ട്. വല്ലാഹി എന്നെ നമ്മൾ എല്ലാത്തിനും സത്യം ചെയ്യാൻ പാടില്ല. അനിവാര്യ ഘട്ടത്തിൽ മാത്രം സത്യം ചെയ്യുക. അതും ആരെക്കൊണ്ട്? അള്ളാഹിനെ കൊണ്ട്. നിങ്ങൾ ഉമ്മാനെ കൊണ്ടോ ഉപ്പാനെ കൊണ്ടോ സത്യം ചെയ്യരുത്. കാബയാണ് സത്യം ചെയ്യുന്നത് പറയരുത്. അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിയെ കൊണ്ട് സത്യം ചെയ്യരുത്. കാബയുടെ റബ്ബാണ് സത്യം.
എന്ന് പറഞ്ഞു അല്ലേ? അള്ളാഹുവാണ് സത്യം എന്നതിലേക്ക് അപ്പുറത്ത് മൊഹീദ്ദീൻ ഷെയ്ഖാണ് സത്യം അല്ലേ? ഒരു നാട്ടിലൊക്കെ സ്ഥാപകരുടെ മക്കളെ പിടിച്ചാൽ പറടാ നീയാണോ ചെയ്തതല്ല, വല്ലാഹി പറ, ഒപ്പ പറയും വല്ലാഹി. എന്നാൽ മൊഹീദ്ദീൻ ഷെയ്ഖാണ് സത്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പേടി വരും അല്ലേ? ഇന്ന് മമ്പർത്തെ പള്ളിയാണ് സത്യം, കുട്ടി പറയൂല. എന്തുകൊണ്ടാണ്? പേടിയാണ്. അള്ളാഹനെ പേടിയില്ല. വല്ലാഹി എന്നത് അനിവാര്യ ഘട്ടത്തിൽ മാത്രമേ നമ്മൾ സത്യം ചെയ്യാൻ പാടുള്ളൂ. നേർച്ച അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, സത്യം ചെയ്യൽ അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. ആ ആരാധനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. അത് അള്ളാഹിനോട് മാത്രമായിരിക്കണം. അതിന് നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, സഹായം ചോദിക്കുന്ന ഉള്ളൂ അല്ലേ? ഏത് ഘട്ടത്തിൽ? അനിവാര്യ ഘട്ടത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ അല്ലേ? മിനയിൽ തമ്പിൽ തീപിടിച്ചു. ഈ ഇപ്പോഴത്തെ ഹജ്ജിലും മിനയിൽ തിക്കും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുമ്പോൾ ഒരാൾ ഉപദേശം കൊടുക്കുക, വിളിച്ചോളി മക്കളെ, ബദരീങ്ങളെ വിളിച്ചോ എന്ന് പറയുമ്പോൾ ആ മാനസികാവസ്ഥ എന്തായിരിക്കും? കൂട്ടം കൂട്ടമായി മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ആ സമയത്ത് അള്ളാഹിൻ്റെ സൃഷ്ടികളെ വിളിച്ചു അതിന് സഹായം തേടരുന്നോ, ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ എന്ന് വരെ പറഞ്ഞാലും അത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ആ ഘട്ടത്തിൽ ആരോടെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ? അള്ളാഹിനോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ഞാൻ നിങ്ങളോട് എല്ലാ ആണിനോടും പെണ്ണിനോടൊക്കെ പറയുക, നിങ്ങൾ നാട്ടിൽ എന്ത് ഭാഗത്തേക്ക് നിങ്ങൾ പോയിക്കോളി, പക്ഷെ പടച്ചോൻ ഒരിക്കലും പൊറുക്കാത്തൊരു തെറ്റാണ് ഷിർക്ക് അഥവാ അള്ള തന്ന നാവ് കൊണ്ട് റബ്ബെ രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം പടച്ചോൻ്റെ സൃഷ്ടികളെ വിളിച്ചിട്ട് റസൂലെ രക്ഷിക്കണേ, റസൂലെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പർദങ്ങളെ രക്ഷിക്കണേ, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. മൊഹീദ്ദീൻ ഷെയ്ഖിനോട് സ്നേഹമുണ്ടെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് പ്രാർത്ഥിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. ബദരീങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ബദരീങ്ങൾ പ്രാർത്ഥിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. മമ്പറതങ്ങളോട് നിങ്ങൾ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങൾ പ്രാർത്ഥിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതാണ് സ്നേഹം. അല്ലാതെ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇതൊക്കെ നശിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണമാണ്. ഈസാ നബിയെ ആ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർ സ്നേഹിച്ചു, ഈസാ നബിയെ കുറേ ആളുകൾ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഈസാ നബിയെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയി. ശേഷം എന്തായി? ഈസാ നബിയെ സ്നേഹിച്ച വിഭാഗം 2 ടീമായി മാറിക്കഴിഞ്ഞു. എങ്ങനെ? ഒന്ന് സ്നേഹിച്ച് ആദരിച്ച് അവർ ആരാധന തുടങ്ങി, മറ്റൊരു ഈസാ നബി പഠിപ്പിച്ച മാർഗം പിൻപറ്റി തുടങ്ങി. ഈ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലും അതുണ്ടായി. റസൂലുള്ള മദീനത്തും മക്കത്തും ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു വിഭാഗം മുസ്ലിങ്ങളും ഒരു വിഭാഗം മുശ്രിക്കീങ്ങളുമായി. അവർ 2 വിഭാഗമായി. റസൂലുള്ളാഹിൻ്റെ കാലശേഷം റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർ ഒരുപാട് കക്ഷികളായി. കുറേ ആളുകൾ ആദരിച്ച് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു അല്ലേ? റിഫായി തങ്ങൾ പലപ്പോഴും പറയും, മക്കത്തുനിന്ന് മദീനത്തേക്കുള്ള യാത്രയിൽ പറയുന്നുണ്ട് എന്ന് അദ്ദേഹത്തെ പറ്റി എഴുതിയ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹത്തെ പറ്റി എഴുതിയ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. കുറേ കാലമായി നബിയെ ഞാൻ എൻ്റെ റൂഹിനെ മാത്രമായി മദീനത്തേക്ക് അയക്കുന്നത്, ഇന്നിതാ ഞാൻ എൻ്റെ തടിയോടുകൂടി ഈ മദീനത്തേക്ക് വന്നിരിക്കുന്നു, അതുകൊണ്ട് ആ കൈയൊന്നിങ്ങ് പുറത്തേക്ക് ഇതാന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടു എന്നും, ഇനി അതല്ല വേറൊരു റിപ്പോർട്ടിൽ കള്ളത്തരന്നാണ്, മുഴുവൻ കള്ളത്തരാണ്, വേറൊരു കള്ളത്തരത്തിൽ പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കബറ് പൊട്ടിയിട്ട് എങ്ങോട്ടേക്ക് വന്നെന്നാ? പുറത്തേക്ക് വന്നു എന്ന്. എന്തൊക്കെ ഇക്കാലത്ത് പ്രസംഗിക്കുന്നതാണ്. ഇവിടുത്തെ സൗദി അറേബ്യയിലെ ജയിലിൽ കുടുങ്ങിയപ്പോൾ CMൻ്റെ ഒരു മുരീദ് ജയിലിൽ കുടുങ്ങിയപ്പോൾ അല്ലേ, CMനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ CM നേരെ ജയിലിലേക്ക് വന്നു. ഒരു മൊയ്ലിയാർ പ്രസംഗിച്ചത് പച്ച മലയാളത്തിൽ നേരിട്ട് വന്നു, ജയിലിൻ്റെ വാതിലങ്ങോട്ട് തുറന്നു, ഇയാളെ കൂട്ടി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി, ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി നേരാണ്ട് വിടുകയും ചെയ്തു. നിങ്ങൾ നോക്കിയേ, കോടതിയില്ല, പോലീസില്ല. ഒരാൾ ജയിൽ മോചിതനാണെങ്കിൽ എന്തൊക്കെ വേണം അല്ലേ? അയാളെ പാസ്, ഇതൊന്നും കഥ ചോദ്യം ഉണ്ടാവില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കി, ഇങ്ങനത്തെ കഥ പറയുമ്പോൾ ആദ്യം മൂല്യന്മാർ പറയുന്നത് അറിയോ? ആളെ പറയൂല, അല്ലെങ്കിൽ മരിച്ചുപോയി. എന്തായാലും ഇപ്പം അങ്ങോട്ട് ഖബറിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ ഇത്, അങ്ങനെ പറയും. ഇത് ഇപ്പം പ്രസംഗിക്കുകയാണ് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന്. അള്ളാഹിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞു ആ മയ്യത്ത് ഖബറടക്കാൻ. അറിയാലല്ലായിരിക്കും ഈ സംഭവമൊക്കെ നമ്മൾ വിശ്വസിക്കണോ? ഇതിനിടയ്ക്ക് അവിടെ തർക്കം നടക്കുക, അടുത്ത ഖലീഫ ആരാകണം. മയ്യത്ത് അവിടെ ഉണ്ട്, ആരാകണം ഖലീഫ, എവിടെ ഖബറടക്കണം റസൂലുള്ളാഹിനെ, തർക്കം നടക്കുക, മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഹദീസുകൾ അവർക്ക് ഓർമ്മ വരുന്നത്, അമ്പിയാക്കൾ മരിച്ചാൽ മരിച്ച സ്ഥലമാണ് എന്ത് ചെയ്യേണ്ടത്? ഖബറടക്കം ആണ് വേണ്ടത്, അതുകൊണ്ട് അവിടെ ഖബറടക്കുന്നു. തർക്കം നടക്കുക. ഒരു സഹാബി വിളിച്ച് റസൂൽ എവിടെ തർക്കം, അബൂബക്കർ വേണോ, ഉമർ വേണോ, അലി വേണോ,
വേറെ ഏതെങ്കിലും സഹാബി വേണോ? എന്നാൽ ഇന്നത്തെ ഈ വിശ്വാസമാണെങ്കിൽ അവർക്ക് ആർക്കൊന്നും ചോദിച്ചാൽ പോലെ ഒന്ന് പറ റസൂലെ, ആരാ ഖലീഫയാകേണ്ടത്? അല്ലേ, പറയൂലേ റസൂലുള്ള? ഖബറിൻ്റെ അകത്തുനിന്ന് കൈ പുറത്തേക്കിട്ട റസൂലുള്ള അല്ലേ? ഇവരിങ്ങനെ പറയുന്നു. എന്തൊക്കെയാ പറയുക? ആയിഷ ബീവി 40 കൊല്ലം ജീവിച്ചു, 40 ചില്ലാനും കൊല്ലം ജീവിച്ചു, ഒരിക്കൽ പോലെ കൈ പുറത്തേക്ക് വന്നിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. ഫാത്തിമ ബീവി 6 മാസക്കാലം ജീവിച്ചു റസൂലുള്ളാഹി മരിച്ചിട്ട്, മോള് ബാപ്പാനോട് ചോദിച്ചിട്ടില്ല, ബാപ്പ ഒന്ന് കൈ പുറത്തേക്ക് താ. ഇന്ന് ഇതാ പഠിപ്പിക്കുന്നത് ആളുകളെ. ഇതുകൊണ്ടാണ് ഷിർക്കിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ സഹോദരങ്ങളെ വരികയാണ്. ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ, ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാ അല്ലേ ആളുകൾ ഇങ്ങനെ വിശ്വസിക്കും. ഈ സമുദായം നന്നാകാത്തത് ഇതുകൊണ്ടാണ്. ഈ നബിദിന ആഘോഷത്തിൻ്റെ സമയത്തും ഈ സ്കൂൾ പൂട്ടുന്ന സമയത്തും 10 ദിവസം ഒരാഴ്ചയൊക്കെ വെക്കുന്ന വയലുകളിലൊക്കെ കേൾക്കുന്ന ഇങ്ങനത്തെ കള്ളക്കഥയാണ്. ഇങ്ങനത്തെ കള്ളക്കഥയാണ് കേൾക്കുന്നത്. അതിൽപ്പെട്ടതിനൊരു സഹോദരൻ മുമ്പ് പറഞ്ഞിരുന്നു, ഞങ്ങൾ എങ്ങനെ ഉസ്താദെ നന്നാകുക, ഞങ്ങൾ ആകെ ഒരു വയല് കേൾക്കുക, നിങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് മലയാളത്തിൽ ഇസ്ലാമിക ഖുതുബ കേൾക്കും, ഞങ്ങൾക്ക് അങ്ങനത്തെ ഭാഗ്യമില്ല. പിന്നെ ഞങ്ങൾ കേൾക്കുന്നത് ഈ ജന്മദിനാഘോഷം വരുമ്പോൾ ഒരാഴ്ചത്തെ വയലും സ്കൂൾ കുട്ടിയാൽ കിട്ടുന്ന വയലുമാണ്, അന്ന് കേൾക്കുക. ഇങ്ങനത്തെ കുറേ ആളുകളുള്ള കള്ളക്കറാമത്തിൻ്റെ കഥയായിരിക്കും അല്ലേ. ഇന്ന് ഞങ്ങൾ മുസ്ലിങ്ങൾ എന്താകണമെന്ന് കേൾക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ അടുത്ത കാലത്താണ് ഖുർആനും ഹദീസും വെച്ച് വയല് പറയാൻ തുടങ്ങിയത്. നമ്മൾ പണ്ടങ്ങനെ കേൾക്കൂലായിരുന്നു. ബൈത്തന്നെ ബൈത്തായിരിക്കും, വയല് തുടങ്ങുന്നത് വരെ ബൈത്തായിരിക്കും, മഗ്‌രിബ് തൊട്ട് 12 മണി വരെ വയല് തുടങ്ങിയാലോ വീണ്ടും ബൈത്തായിരിക്കും അല്ലേ. ഇന്നിതാ ആയത്തും ഹദീസുകളും വരുന്നു, പക്ഷേ വരുന്നത് പലപ്പോഴും കള്ള ഹദീസാകുന്നുണ്ട്, വ്യാഖ്യാനം തെറ്റിക്കുന്നുണ്ട്, അർത്ഥം മാറ്റുന്നുണ്ട്. എന്നിരുന്നാലും മാറ്റങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ ആളുകൾ നമ്മളെ വെട്ടി നുറുക്കി കൊന്നു കഴിഞ്ഞാൽ പോലും അല്ലാ അല്ലാ എന്നല്ലാത്തൊരു വിളി നമ്മളെ നാവിന്ന് വരാൻ പാടില്ല. ഇത് അമ്പിയാക്കൾ പഠിപ്പിച്ച സന്ദേശമാണ്, ഔലിയാക്കൾ പഠിപ്പിച്ച സന്ദേശമാണ്. ബീവിമാരും അതുപോലെ തന്നെ എല്ലാവരും മുസ്ലിം നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരും എല്ലാ മുസ്ലിം ഈ ലോകത്ത് നൽകിയ സന്ദേശം ഇതാണ്. അതുകൊണ്ട് ആ നിലക്ക് തന്നെ അള്ളാഹുവിൽ ഒരാളെപ്പോലും സമന്മാരായിട്ടോ അള്ളാഹുവിൻ്റെ കൂടെയായിട്ടോ അള്ളാഹുവിൽ പങ്കുകാരനായിട്ടോ ചെയ്യുന്ന ആ പണി, അതിനാണ് ഇസ്ലാം ഷിർക്കെന്ന് പറയുന്നത്. അത് ചെയ്താൽ ശാശ്വതമായി നരകമായിരിക്കും, ഒരു കാലത്തും സ്വർഗത്ത് കടക്കാനും പറ്റൂല, അള്ളാഹു സഹായങ്ങൾ ഉണ്ടാകില്ല. ചെയ്ത മുഴുവൻ നമസ്കാരങ്ങളും നോമ്പും അമലുകളും അള്ളാഹ് പൊളിച്ചു കളയുകയും ചെയ്യും. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മുവഹിദായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇന്ന് പിന്നെ ഡിസംബർ 31, നാളെ പിന്നെ ജനുവരി 1 അല്ലേ. കഴിഞ്ഞത് നവംബർ കഴിഞ്ഞ് ഡിസംബർ ആയതുപോലെ തന്നെ ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആകുന്നു, ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരി ആകേണ്ടത് കൊണ്ട് ജനുവരി ആകുന്നു അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനി വർഷം മാറുന്നു, ചിന്തിക്കണോ? എന്ത് ചിന്തിച്ചോ? ഖബറിലേക്ക് ഞാൻ അടുത്തിട്ടുണ്ട്. ഒരു കൊല്ലം കൂടി എന്ത് ചെയ്തു? ഖബറിലേക്ക് അടുത്ത് കഴിഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ എന്ന സമ്പ്രദായം ഇവിടെ ജീവിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവും ഇത് ആരിൽ നിന്ന് വന്നതാണ്, ക്രിസ്ത്യാനികളിൽ നിന്നൊക്കെ വന്നതാണ്. നമ്മൾ അതിൽ വിഷ് ചെയ്യാൻ പാടില്ല, അത് ആഘോഷിക്കാനും പാടില്ല, അതിൻ്റെ പേരിൽ കുപ്പി പൊട്ടി അതൊന്നും നമ്മൾ ചെയ്യൂല. പക്ഷേ പരിസരങ്ങളിലൊക്കെ ഈ വ്യാഴവും വെള്ളിയും വീക്കെൻഡിലാണിത് വന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റൂല. പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും അറിയാൻ പറ്റുമായിരിക്കും. പാട്ടും ഡാൻസും എല്ലാ സാധനവും ഇവിടെ ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഇതുപോലെ തന്നെ ക്രിസ്മസ് ഇതുപോലത്തെ ഒരു ഒഴിവ് ദിവസമായി വന്നത്. നമ്മൾ ഈ ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴും പിറ്റേന്നൊക്കെ കാണുന്നത് ഈ ഫിലിപ്പൈൻസിനൊക്കെ ഇതും കൊണ്ട് ഇങ്ങനെ പോന്ന മൈക്ക് സ്റ്റാൻഡും കൊണ്ടും വീണ കൊണ്ടും ഇതൊക്കെ ഇങ്ങനെ പോകുന്ന. അതുപോലെ നമ്മൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ മലയാളികളിൽ ഉണ്ടാകും. ഇന്നൊക്കെ ഓഫീസിൽ ഇതിന് പേരിൽ മീറ്റിംഗ് ആയിരുന്നു, ഏതൊക്കെ ഭാഷക്കാരിൽ ഇത് ഉണ്ടാകുന്നു. ഏറ്റവും നമ്മളെ ഈ ഉറുദുക്കാരെക്കാളും ഈ വിഷയത്തിൽ ആരാ ഉണ്ടാകുക? കേരളക്കാരുണ്ടാകുക. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളോ നമ്മുടെ കുടുംബമോ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കരുത്. പേടിച്ചോ അല്ലാന. ഒരു കൊല്ലം കഴിഞ്ഞു, ഞാൻ എന്ത് ചെയ്തു, നാളെ ഇതാ വരാനിരിക്കുന്നു, നാളെ ഉണ്ടെങ്കിൽ എൻ്റെ നാളേക്ക് വേണ്ടി എൻ്റെ ഖബറിലേക്ക് വേണ്ടി ഞാൻ എന്ത് ഒരുക്കി വെച്ചു എന്നതാണ് ചിന്തിക്കേണ്ടത്. ഇത് അടിച്ചു പൊളിക്കാനുള്ളതല്ല, കരയാനുള്ളതാണ്. സമയം അത് കിട്ടൂല. ഓരോ സെക്കൻഡും അത് പോയാൽ അത് പോയി. ആ സമയം നിന്നോട് പറയുന്നുണ്ട്, മനുഷ്യ അല്ലേ, ഞാൻ നിൻ്റെ കൂടെയുള്ളതാ. ഞാൻ സമയമെന്ന ഞാൻ നിൻ്റെ ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത്ര നീ തീർന്നു എന്ന് മനസ്സിലാക്കിക്കോ. നീ തീർന്നു, കുറച്ചും കൂടെ നീ അൽത്ത് പോകാൻ ബാക്കിയുള്ളൂ. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ്റെ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.